നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് ഉത്രാട പുലരി കൂടി ആണ് അല്ലേ? ഞാൻ രോഹിണി മഹേഷ്, ഞാൻ വീണ പ്രസാദ്, ഒപ്പം മനു സുരേഷ്. അപ്പൊ ഇതുകൊണ്ടങ്ങ് തീർന്നു പ്രേക്ഷകർ കരുതരുത്, ഞങ്ങൾ മൂന്നുപേരുമല്ല, ഇനി ഈ ഫ്ലോറിലേക്ക് വീണ്ടും അല്ലേ നമ്മുടെ അവതാരകർ, പുത്തൻ പുലരിയുടെ അവതാരകൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട അവതാരകരെല്ലാം തന്നെ എത്തിച്ചേരും. തൽക്കാലം ഞങ്ങൾ മൂന്നുപേരും തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉത്രാടപ്പാച്ചിൽ ആരംഭിക്കുകയായി. അതെ, എന്തായാലും രാവിലെ മുതൽ തന്നെ ഉത്രാടപ്പാച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. മലയാളികൾക്ക് ഗംഭീരമായിട്ട് തന്നെ അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും വേണം. നമുക്ക് എന്തായാലും പ്രധാന തലക്കെട്ടുകൾ നോക്കിയാലോ? പ്രധാന വാർത്തകളിലേക്ക് ആദ്യം. പൊന്നോണമായി തിരുവാതിരയാടും ഇന്ന് ഉത്രാടം. തിരുവോണത്തിന് ഇനി ഒരു നാൾ കൂടി. നാടും നഗരവും ഉത്രാടപ്പാച്ചിലിൽ. തിരുവാറന്മുളയപ്പനുള്ള ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി വൈകിട്ട് കാട്ടൂരിൽ നിന്ന് പുറപ്പെടും. മമതാ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ബംഗാൾ ഗവർണർ ആനന്ദ ബോസ്. ഗുണ്ടാരാജ് ബംഗാൾ രാഷ്ട്രീയത്തിലെ അവിഭാജ്യ ഘടകമായി മാറി. ക്രമസമാധാന പാലനത്തിൽ ഗുരുതര വീഴ്ചയെന്നും ആനന്ദ ബോസ് ജനം ടിവിയോട്. ബംഗാളിനെ അറിയാവുന്നവർക്കറിയാം, മമതാ ബാനർജി ബംഗാളിനെ അറിയാവുന്നവർക്കറിയാം, ഇത് ഈസ് ഓൺലി ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്, മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ഗുണ്ടാരാജ് എന്ന് പറയുന്നത് ബംഗാളിലെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ മമതാ ബാനർജി മാറ്റിയിരിക്കുന്നു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് യാത്രാമൊഴി. 11 മണിക്ക് AKG ഭവനിൽ പൊതുദർശനം. അന്ത്യാഞ്ജലി അർപ്പിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ. യെച്ചൂരിയുടെ നിര്യാണത്തോടെ CPM കേരള ഘടകത്തിൽ പാർട്ടി പിടിക്കുന്നതിന് പുത്തൻ ഫോർമുലകൾ. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് പിന്തുണ നൽകാൻ പിണറായി വിരുദ്ധ ചേരി. പാർട്ടിയിൽ ആധിപത്യം ഉറപ്പാക്കാൻ MV ഗോവിന്ദനും കൂട്ടരും ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ശക്തമായിരിക്കെ ജനം ബ്രേക്കിംഗ്. കശ്മീരിലെ ബാരാമുള്ളയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 സൈനികർക്ക് വീരമൃത്യു. 2 ഭീകരരെ വധിച്ച സൈന്യം. പ്രദേശത്ത് ഭീകരർക്കായി തിരച്ചിൽ. ISLൽ മുംബൈ സിറ്റി മോഹൻ ബഗാൻ മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം നാളെ. എതിരാളികൾ പഞ്ചാബ് FC. KCLൽ അതിവേഗ സെഞ്ചുറിയുമായി തൃശൂർ ടൈറ്റൻസിലെ വിഷ്ണു വിനോദ്. എന്തായാലും ഉത്രാടമാണ്. ഓണം വിശേഷങ്ങളിലൂടെ അല്ലാതെ നമ്മൾ എങ്ങനെയാ തുടങ്ങുക അല്ലേ? അതെ, ഓണക്കാഴ്ചകളിലേക്കാണ് ആദ്യം. പൊന്നോണമായി തിരുവാതിരയാടും ആട്ടക്കാലം. ഓണം പൊന്നോണമായി ഉലകിയും ആവേശത്താളത്തിനോണം. ഓണം പൊന്നോണമായി തിരുവാതിരയാടും ആട്ടക്കാലം. രോഹിണി അനു, നമുക്ക് എല്ലാവർക്കും നമസ്തേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകരെ. അപ്പം സാധാരണ നിമിതം പറയുന്നുണ്ട്, ഇന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണല്ലോ പുത്തൻ പുലരി സൂപ്പർ എന്ന്. ഞെട്ടാനിരിക്കുന്നേ ഉള്ളൂ അല്ലേ? അതെ അതെ, ഞെട്ടാൻ തയ്യാറായിക്കോളൂ, കൂടുതൽ ഞെട്ടാൻ. പക്ഷെ അതിനിടയിൽ മറ്റൊരു രസകരമായ ഒരു കമന്റാണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും വായിക്കാം. പക്ഷേ നന്ദനാഥ വകയാണ്, മൂവരും ചേർന്നാൽ മുറ്റം തൂക്കില്ല എന്ന് പറയാറുണ്ടെന്ന്. അങ്ങനെയൊന്നും പറയല്ലേ. നല്ലൊരു ദിവസമായിട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങിയതല്ല. ഞങ്ങൾ ഓൾറെഡി മുറ്റം തൂത്ത് കഴിഞ്ഞു. ഇനി പൂവിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉത്രാടത്തിനുമായി തിരുവോണത്തിന് നാളെ ഗംഭീര പൂക്കളം വേണം. പക്ഷെ ജനം TV കണ്ടാൽ ഇപ്പോൾ തന്നെ ചില ടീസറുകൾ ഞങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും, നല്ലൊരു പൂക്കളം ജനം TVയിലുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളും ചതയം വരെയും ഒരുപാട് വ്യത്യസ്തമായ
വ്യത്യസ്ത ഇനം പ്രോഗ്രാമുകൾ കൊണ്ട് ഉള്ള പൂക്കളം നിങ്ങൾ പ്രതീക്ഷിക്കും. അപ്പോൾ വാർത്തകളും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഈ ഓണം ആഘോഷിക്കാനുണ്ടാകും. നമുക്കേതായാലും ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. അത് രോഹിണിയോട് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞങ്ങളുമൊക്കെ ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. അതെ, നമുക്ക് എന്തായാലും ഈ ഉത്രാടപ്പാച്ചിലിനോടൊപ്പം തന്നെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടിയുണ്ട്. എന്തായാലും സംസ്ഥാനത്തു നിന്നുള്ള എല്ലാ വിശേഷങ്ങളും ഇത് നമ്മൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഓണം ഒരുക്കുന്നതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിൽ തന്നെയാണ് കേരളം. അതിന് നഗര ഗ്രാമ വ്യത്യാസങ്ങളൊന്നുമില്ല. അതോടൊപ്പം തലസ്ഥാന ജില്ലയിലെ വിപണികളിലും ഉത്രാടത്തിന് മുൻപേ തന്നെ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നമുക്ക് അത് ഓണമൊരുക്കാനുള്ള ഓട്ടം മലയാളി തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഇനിയിപ്പോൾ കുറവുകളെല്ലാം പരിഹരിച്ച് തിരുവോണത്തെ വരവേൽക്കാനുള്ള പകലാണ്. തിരുവനന്തപുരത്ത് പഴവങ്ങാടിയിലും ചാലക്കമ്പോളത്തിലും ഉത്രാടം പുലരുന്നതിന് മുൻപേ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു. ആളുകൾ കൂട്ടമായി സാധനം വാങ്ങാൻ എത്തി തുടങ്ങിയതോടെ കച്ചവടക്കാരും ഹാപ്പി. ഓണനാളുകളിൽ അത്തപ്പൂക്കളത്തിനും അണിഞ്ഞൊരുങ്ങാനും പൂക്കൾ കൂടിയേ തീരൂ. അതിനാൽ പൂവിപണിയിലും തിരക്കോട് തിരക്ക്. പൂ നല്ല സജീവമായിട്ട് കച്ചവടം നടക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് വ്യാപാരം നടക്കുന്നുണ്ട്. ഓണം ഭംഗിയായിട്ട് ഓണം നടക്കുന്നുണ്ട്. മഞ്ഞളരച്ച് ചേർത്ത് നെയ്തെടുക്കുന്ന മഞ്ഞക്കോടിക്കും ആവശ്യക്കാർ ഒരുപാടുണ്ട്. കച്ചവടം പോവുക തന്നെ, കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെയൊക്കെ. അതേപോലെ ബിസിനസ് നടക്കുക തന്നെ, പല കച്ചവടം പോകുന്നു. എത്ര സമയം കിട്ടിയാലും ഉത്രാടത്തിനൊന്നും ഓടി വീർത്തില്ലെങ്കിൽ ഓണത്തിനൊരു ഗുമ്മില്ലെന്നതാണ് മലയാളിയുടെ ശീലം. അതിനാൽ തന്നെ ഉത്രാട ദിവസമായി ഇന്ന് ഓണവിപണി എന്നത്തെക്കാളും സജീവമാകും. തിരുവോണ നാളിലേക്ക് ആവശ്യമായതെല്ലാം വാങ്ങാൻ മലയാളി പരക്കം പായുന്ന കാഴ്ചകളുടെ മണിക്കൂറുകളാണ്. വസ്ത്രശാലകളിലും ഓണമേളകളിലും കുടുംബമായി എത്തുന്നവരുടെ എണ്ണവും കൂടും. ജനം, തിരുവനന്തപുരം. ഞാനൊരു കമന്റ് വായിക്കാം. പ്രസാദ് എഴുതിയിരിക്കുന്നതാണ്. രോഹിണി മഹേഷ് ശബ്ദഗംഭീരതയുടെ സ്ഫുടതയുടെ തീരം തീർക്കാൻ ഇതാ വന്നു രോഹിണി മഹേഷ്. നമുക്ക് പോയാലോ? എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രസാദ് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല പ്രൊഡ്യൂസറുടെ ഒരു അഭ്യർത്ഥന, ഇത് ഒരിക്കൽ കൂടെ വായിക്കണം. BG മ്യൂസിക്കും വേണം, ഒരു പഞ്ച് വേണം. ഈ ശബ്ദ ഗംഭീരത വായിക്കാൻ രോഹിണിന്റെ ആയിരിക്കും കുറച്ചുകൂടെ. പക്ഷേ ജോക്സ് രോഹിണി ചേച്ചി വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, പല ഈ സ്പോർട്സ് വാർത്തകളാണല്ലോ നമുക്ക് മിക്കപ്പോഴും നാവിൽ എടുക്കുന്നത്. പക്ഷേ ചേച്ചിയുടെ അത് ഭദ്രമാണ്. അതൊരേ ഫ്ലോയിൽ ഒരൊറ്റ അടിക്ക് ഇങ്ങനെ വായിച്ചു പോകും. അതായത് സ്പോർട്സ് വാർത്തകൾ ഉണ്ടെങ്കിൽ വരുന്ന സ്പോർട്സ് വാർത്തകളെല്ലാം വായിക്കണം എന്നുള്ള ഒരു അജണ്ടയാണ് പ്രകാശൻ വേൽക്കുട്ടി പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാതെ തന്നെ പറഞ്ഞിരുന്നു വാർത്താ പുലരിയിൽ മഹിളകളായിരിക്കുമെന്ന്. അല്ലല്ലോ, അല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പലതും ഫ്ലോർ അങ്ങ് നിറയും. അതെ, അപ്പൊ ആരെയൊക്കെ കൊണ്ട് നിറയും എന്ന് നിങ്ങൾ നോക്കിയിരിക്കാം. പിന്നെ ലാലേട്ടൻ, അവരെല്ലാവരും പ്രിയൻ വരട്ടെ, സുരേഷേട്ടൻ വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അവരും ഒക്കെ വരും. പക്ഷെ അവർ ഇപ്പോൾ ഇവിടെ വാർത്താപുലയിൽ പുത്തൻപുലയിലേക്ക് വരില്ല. ഇവിടെ പുത്തൻപുലയിലേക്ക് വരുന്നത് അല്പം വാർത്തകളും ഞങ്ങളും സ്ഥിരാവതാരകരും മാത്രമാണ്. നമുക്ക് ഏതായാലും അടുത്ത വിശേഷത്തിലേക്ക് പോകാം അല്ലേ? വിശേഷത്തിലേക്ക് പോകാം. തീർച്ചയായും നമ്മൾ തുടങ്ങി. അതെ, കാരണം തൃശ്ശൂർ കൊടകരയിലെ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിലെ വൃന്ദാവനം പാർക്കിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ്. ഗോപൂജയോടുകൂടിയാണ് ഈ ചടങ്ങുകൾക്കൊക്കെ തുടക്കമാവുക. ഉദ്ഘാടന ചടങ്ങിൽ ശ്രീകൃഷ്ണ കേന്ദ്രം സ്ഥാപകൻ MA കൃഷ്ണൻ, മാളികപ്പുറം സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ദേവനന്ദ, ദേശീയ പുരസ്കാര ജേതാവ് ശ്രീപദ്, സംവിധായകൻ അഭിലാഷ് പിള്ള, കല്യാൺ സിൽക്സ് MD TS പട്ടാഭിരാമൻ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഈ മാളികപ്പുറം സിനിമയെ നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞേ പറ്റൂ. കാരണം ഇത്തവണ ദേശീയ അവാർഡ് ശരിക്കും അത് നമ്മൾ ഡിസർവ് ചെയ്യുന്നു അല്ലെങ്കിൽ അർഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് തീർച്ചയായും ശ്രീപദനെ കിട്ടിയതിൽ ഞങ്ങൾക്കും ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നിയ നിമിഷങ്ങൾ. എന്തായാലും ഇന്ന് ശ്രീപദനെയൊക്കെ കാണണമെങ്കിൽ നേരെ തൃശ്ശൂരിലേക്ക് വിട്ടു. 100 ഏക്കറിൽ ബൃഹത്തായ പദ്ധതികളാണ് ശ്രീകൃഷ്ണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇനി വരാനിരിക്കുന്നതും. നമുക്ക് അവിടെ നിന്നുള്ള തത്സമയ കാഴ്ചകളിലേക്കാണ് ആദ്യം പുത്തൻപുലരി കൊണ്ടുപോകുന്നത്. മനോജ് ചേരുകയാണ്. മനോജ്, നമസ്തേ. ഉത്രാടദിനാഘോഷം ഞങ്ങൾ 3 പേര് ആഘോഷങ്ങളിലാണ്, എല്ലാവർക്കും അറിയാം. എന്തായാലും ആശംസകൾ നേരുന്നു. ഞങ്ങൾ 3 പേര് ഇവിടെ ഉണ്ട്. ഞാനുണ്ട്, വീണയുണ്ട്, രോഹിണിയുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും, ഒപ്പം മനോജിന്റെ ഓണവിശേഷങ്ങളും? ഹലോ, നമസ്തേ. ഞാനിപ്പോൾ നിൽക്കുന്നത് അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിലാണ്, കൊടകരയിലുള്ള. അവിടെയാണ് ഇന്ന് ഈ വൃന്ദാവനം ഉദ്ഘാടനം ചെയ്യുന്നത്. വൃന്ദാവനം എന്ന് പറയുമ്പോൾ തന്നെ ഈ ശ്രീകൃഷ്ണ കേന്ദ്രത്തിലെ കുട്ടികൾക്കായുള്ള ഒരു പാർക്കാണ്. ആ പാർക്കിന്റെ ഉദ്ഘാടനത്തിനാണ് ഇത്തരത്തിൽ മാളികപ്പുറം സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയിട്ടുള്ള ദേവനന്ദയും അതോടൊപ്പം തന്നെ ശ്രീപദൊക്കെ എത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. എന്തായാലും ഈ ഒരു അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ
കേന്ദ്രം അതോടൊപ്പം തന്നെ റിസർച്ച് സെന്ററാണ്. 100 ഏക്കറിൽ ബൃഹത്തായിട്ടുള്ള പദ്ധതികൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നുണ്ട്. നിരവധി പേരുടെ സ്വപ്ന പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും, അതായത് ഗോശാല ഉൾപ്പെടെ ഇവിടെയുണ്ട്. ഗോശാലയിലൊക്കെ തന്നെ നമ്മൾ മുമ്പ് ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. നിരവധി ഗോക്കൾ ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് മേഞ്ഞ് നടക്കുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ അത്തരത്തിൽ വലിയ തരത്തിലൊരു പ്രകൃതി രമണീയത ഉള്ള ഒരു പ്രദേശം കൂടെയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു പദ്ധതി. അത് അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം. അതിൽ ആത്മീയതയുടെയും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഒരു വൈജ്ഞാനിക രംഗത്തൊക്കെ തന്നെ വളരെയധികം സംവിധാനത്തോടു കൂടി ഇവിടെ എത്തുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഭാരതത്തിന്റെ ആത്മീയ മേഖലയെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം ഈ ശ്രീകൃഷ്ണ കേന്ദ്രത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശിവൻചേട്ടൻ ചേരുകയാണ്. എന്താണ് ഇപ്പോൾ ഈ ഒരു 3-ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന പദ്ധതികൾ നിരവധിയാണ്. അതോടൊപ്പം തന്നെ നിരവധി പേരുടെ ഒരു സ്വപ്ന പദ്ധതി തന്നെയല്ലേ ഇത്? നിരവധി പേരുടെ ഈ കേരളത്തിലെ സംഘബന്ധുക്കളായിട്ടുള്ള ഒട്ടനവധി ആളുകളുടെ സഹകരണം കൊണ്ടാണ് നമുക്ക് ഈ പദ്ധതി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ ഈ 3-ാമത്തെ പദ്ധതിയിലേക്ക് കടക്കുന്നതോട് കൂടിയിട്ട് ഇത് വലിയ ഒരു ആവേശവും ഈ പ്രവർത്തന പദ്ധതി ആരംഭിക്കാനുള്ള എല്ലാം സജ്ജമായ ഒരു അന്തരീക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നിരവധി പശുക്കൾ, പുങ്കന്നൂർ പശു മുതൽ വെച്ചൂരും കാസർഗോഡ് കുള്ളനും തുടങ്ങിയിട്ടുള്ള ഗീർ പശുക്കൾ അടങ്ങിയിട്ടുള്ള നിരവധി നാടൻ പശുക്കൾ ഇവിടെയുണ്ട്. അപ്പോൾ കുട്ടികൾക്കും സമൂഹത്തിലുള്ളവരൊക്കെ വരുന്ന സമയത്ത് പശുക്കളെ കാണാനും പശുക്കളെ താലോലിക്കാനും പശുക്കളുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനും, പ്രകൃതിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇത് വളരെ ആരേശ്വര മലയും അതുപോലെ തന്നെ കോടശ്ശേരി മലയും കനകമലയും യോജിക്കുന്ന ഒരു സംഗമിക്കുന്ന ഒരു പുണ്യ ഭൂമിയാണ്. അത് വൃന്ദാരണ്യം എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ വൃന്ദാരണ്യത്തിലെ 3-ാമത്തെ പദ്ധതിയാണ് ഈ വൃന്ദാവനം ശ്രീകൃഷ്ണ പാർക്ക് എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് മറ്റ് പദ്ധതികൾ എന്തൊക്കെയാണ് ഇനി ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഈ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതത്തെ അറിയാൻ, ഭാരതത്തിൻ്റെ സംസ്കൃതിയെ അറിയാൻ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാവും. ഭാരതത്തിൻ്റെ സംസ്കൃതി എന്ന് പറഞ്ഞാൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള പ്രധാനപ്പെട്ട എല്ലാ പുണ്യസ്ഥലങ്ങൾ, പുണ്യനദികൾ, പുണ്യകേന്ദ്രങ്ങൾ ഇതെല്ലാം രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു 7 ഏക്കർ സ്ഥലത്ത് ഭാരത ദർശനം എന്നുള്ള രീതിയിലുള്ളൊരു സങ്കല്പത്തിലുള്ളൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കന്യാകുമാരി മുതലുള്ള കാശ്മീർ വരെയുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ, ദർശിക്കാൻ, മനസ്സിലാക്കാൻ പറ്റുന്ന സംവിധാനമുണ്ട്. അതുപോലെ ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകൾ തുടങ്ങിയിട്ടുള്ള ധർമ്മഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വേദവിജ്ഞാന കേന്ദ്രം ഇവിടുത്തെ ഏറ്റവും സവിശേഷമായിരിക്കും. തീർച്ചയായും അത് തന്നെയാണ് നമ്മളോട് അദ്ദേഹം പങ്കുവച്ചതും. ഈ ഒരു സ്ഥലത്ത്, അതായത് പ്രകൃതി രമണീയത എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു കനകമലയും അതുപോലെ തന്നെ കോടശ്ശേരി മലയും ഒക്കെ സംഗമിക്കുന്ന ഈ ഒരു പ്രദേശം. ആ പ്രദേശത്താണ് ഇത്തരത്തിലൊരു ഗോശാലയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരുങ്ങുന്ന വൃന്ദാവനവും. ഇന്ന് ഇവിടെ എത്തുന്ന കുട്ടികൾക്കായൊക്കെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ നിർമ്മിച്ചിരിക്കുന്ന പാർക്ക്. എന്തായാലും ഈ ഉദ്ഘാടന ചടങ്ങുകളുടെ ഒരുക്കങ്ങളിലൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ഗോശാലയ്ക്ക് അടുത്തുള്ള ഒരു കാഴ്ചയാണ്. അതിൽ തന്നെ ഇവിടെയാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണമൊക്കെ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു കൃഷ്ണന്റെ വലിയ ഒരു ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് തന്നെ ഈ മലയിൽ നിന്നും, അതായത് ഈ മലയ്ക്ക് നടുവിലുള്ള ഒരു പ്രദേശം, അതിൽ ഇവിടെ മേഞ്ഞ് നടക്കുന്ന നിരവധി പശുക്കളുണ്ട്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു. വളരെയധികം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ. നമുക്ക് അതിലേക്ക് ഇപ്പോൾ തന്നെ കടക്കാൻ സാധിക്കും, അങ്ങോട്ടേക്ക് പോകുവാൻ സാധിക്കും. എന്തായാലും ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു കൃഷ്ണന്റെ പ്രതിമ. അത് വളരെയധികം ഒരു ഐശ്വര്യമുള്ള അതോടൊപ്പം തന്നെ ചൈതന്യവത്തായിട്ടുള്ള ഒരു പ്രതിമ തന്നെയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതും അതോടൊപ്പം തന്നെ ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഗോപൂജയോടുകൂടിയാണ്
8 മണിയോടുകൂടി തുടങ്ങുക. എന്തായാലും ഈ ഒരു പ്രകൃതി രമണീയത നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പശുക്കളുടെ കാര്യം അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു പ്രദേശമാണ് ഇത്തരത്തിൽ ഈ ഒരു വൃന്ദാരണ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച എന്ന് വേണം പറയാൻ. കാരണം ഈ ഇത്തരത്തിൽ മലകൾ സംഗമിക്കുന്ന ഈ ഒരു പ്രദേശത്തിന് തീർച്ചയായും അതിന്റെ ഭംഗി ഈ ഫ്രെയിമിൽ തന്നെ കാണാനുണ്ട്. മനോജ് പറഞ്ഞ പോലെ തന്നെയാണ്. എന്തായാലും വൃന്ദാവനം പാർക്കാണ് ഒരുങ്ങുന്നത്. ഇന്ന് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാനിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ നമുക്കായിട്ട് ഇങ്ങനെ നൽകുമായിരുന്നു മനോജ്. ഒട്ടനവധി വിശേഷങ്ങളുണ്ട്. അതിനിടയിൽ നിരവധി കമൻസും വരുന്നുണ്ട്. പ്രദീപ് ചേട്ടനെ നിങ്ങൾ ഓണമായിട്ട് എവിടെ കൊണ്ട് കളഞ്ഞു എന്ന് എൻ്റെ നാട് എന്ന ഹാൻഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരിടത്തും കളഞ്ഞിട്ടില്ല. വരും 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 ഉടനെ വരും. നിങ്ങൾ കാത്തിരിക്കുന്ന ഉടനെ വരുന്നതായിരിക്കും. പ്രിയം മോഹനും സുരേഷും അങ്ങനെയാണെങ്കിൽ ജനം ടി വിക്ക് ഇത്തവണ ചിരി ഓണമാണ്. ഞങ്ങളങ്ങ് ചിരിക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും ത്രൂ ഔട്ട് ചിരിയാണ്. എന്തായാലും ചിരിക്കാൻ എല്ലാവരും തയ്യാറായിക്കോളൂ. സ്ക്രീനിൽ എത്രത്തോളം ചിരിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതെ 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 ജനം ടി വിയുടെ സ്ക്രീനിൽ ഇരുന്ന് എത്രത്തോളം ചിരിപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാം 11 മണിക്ക്. കൊണ്ടും കൊടുത്തുമൊക്കെ അങ്ങനെ കസറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൊമോയാണ് ഞങ്ങൾ നമ്മളെല്ലാവരും കണ്ടത്. എന്തായാലും ആ സമയത്തിനായി ഞങ്ങളും കാത്തിരിപ്പിലാണ്. നിങ്ങളും ഗുരുവായൂരിലേക്ക് പോയാലോ? തീർച്ചയായും. കാരണം ഇന്ന് ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നടക്കുകയാണ് ഗുരുവായൂരിൽ. കൊടിമര ചുവട്ടിൽ അരിമാവണിഞ്ഞ തറയിൽ നാക്കില വെച്ചാണ് കാഴ്ചക്കുല സമർപ്പണം. അതിന് ചില ആചാരക്രമങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ എന്തായാലും ക്ഷേത്ര മേൽശാന്തി ആദ്യ കാഴ്ചക്കുല സമർപ്പിച്ച ശേഷമാണ് പിന്നീട് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ക്ഷേത്രം തന്ത്രി കീഴ്ശാന്തിമാർ എന്നിവരും കാഴ്ചക്കുല സമർപ്പിക്കുന്നത്. അതിന് പിന്നീടായിരിക്കും ഭക്തരൊക്കെ കാഴ്ചക്കുല സമർപ്പിക്കുക. എന്തായാലും ഈ വിവരങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ നിന്നുള്ള തത്സമയ കാഴ്ചകളും കാണേണ്ടതുണ്ട്. കാരണം ഉത്രാട പുലരിയാണല്ലോ. ഗുരുവായൂരിൽ പോകാതെ എങ്ങനെയാണ് അത് പൂർണ്ണമാകുന്നത്? മിഥുൻ മുരളി കൂടിയാണ് അവിടെ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. കാരണം തൃശ്ശൂരിൽ നിന്ന് തന്നെ നമുക്ക് മനോജ് വേറൊരു കാഴ്ച തന്നു കഴിഞ്ഞു. ഇനി മിഥുനിലേക്ക് പോവാം. മിഥുൻ, ഗുരുവായൂരിൽ മിഥുൻ്റെ ദർശനം കഴിഞ്ഞു, കണ്ടു ഉണ്ണിക്കണ്ണനെ. എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന കാഴ്ചകൾ? അനു, രോഹിണി, അപ്പം വീണ, 3 പേർക്കും എന്തായാലും ഉത്രാടം ദിന ആശംസകൾ. സുപ്രഭാതം. എന്തായാലും ഓണത്തിൻ്റെ ആ വരവ് അറിയിച്ചുകൊണ്ടുള്ള ആ ഒരു ഉത്രാട പാച്ചിലേക്ക് കേരളം കടക്കുകയാണ്. ഗുരുവായൂരിലും ഉത്രാട പാച്ചിലാണ്. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ കാഴ്ചക്കുല സമർപ്പിച്ച് ഓണാഘോഷം, ഓണത്തിൻ്റെ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ഏറ്റവും മനോഹരമായി തന്നെ ആഘോഷിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ്റെ ഭക്തജനങ്ങളെല്ലാം തന്നെ. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. കാഴ്ചക്കുലകളുമായി ഉണ്ണിക്കണ്ണന് സമർപ്പിക്കുന്നതിന് വേണ്ടി, ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെ. അല്പസമയം മുമ്പ് കാഴ്ചശീവേലി ക്ഷേത്രത്തിനുള്ളിൽ പൂർത്തിയായി. അതിനുശേഷം ക്ഷേത്രം മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരി ആദ്യ കാഴ്ചക്കുല ഭഗവാന് സമർപ്പിച്ചു. തൊട്ടു പിന്നാലെ തന്നെ ദേവസ്വം ഭാരവാഹികളും മറ്റും കാഴ്ചക്കുല സമർപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ ഭക്തർക്ക് കാഴ്ചക്കുല സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണ്. ഭക്തരെ ഓരോരുത്തരെയായി ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു ഭക്തജനങ്ങളെല്ലാം. പ്രത്യേകം പരിചരിച്ച് വിളയിച്ചെടുക്കുന്ന ചെങ്ങാഴിക്കോടൻ എന്ന ഇനത്തിൽപ്പെട്ട കാഴ്ചക്കുലകളാണ് ഇവിടെ ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേക സമയമെടുത്ത് കൂടുതൽ പരിചരണത്തോടു കൂടി തയ്യാറാക്കുന്ന കാഴ്ചക്കുലകളാണ് ഈ കാഴ്ചക്കുലകളെല്ലാം തന്നെ. പ്രത്യേക കോണുകൾ ഇല്ലാത്തതും സ്വർണ്ണ നിറത്തോടൊക്കെ കൂടിയ പ്രത്യേക ആകൃതിയിലുമൊക്കെയുള്ള ഈ കാഴ്ചക്കുലകൾ തൃശ്ശൂരിൻ്റെ തന്നെ ഒരു സ്വഭാവ സവിശേഷതകളായിട്ടുള്ള അല്ലെങ്കിൽ കൃഷി വൈഭവത്തിൻ്റെ ഒരു സവിശേഷതകളിൽ ഒന്നാണ് ഈ ചെങ്ങാഴിക്കോടൻ എന്ന് പറയുന്ന കാഴ്ചക്കുല. ആ കാഴ്ചക്കുലകളുമായാണ് ഭക്തജനങ്ങൾ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും കാര്യസാധ്യത്തിനുമൊക്കെയായി ഗുരുവായൂരപ്പന് കുലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. എന്തായാലും ആ കുലകളുമായി ക്ഷേത്രത്തിനുള്ളിലേക്ക് കുലകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ ഓരോരുത്തരായി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ക്ഷേത്രത്തിൽ തിരുവോണ സദ്യയുണ്ട്. ഈ തിരുവോണ സദ്യയിൽ പഴം പ്രഥമന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ കാഴ്ചക്കുലകളിൽ ഒരു ഭാഗമാകിയിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് വരുന്ന കാഴ്ചക്കുലകൾ ക്ഷേത്രത്തിലെ ആനകൾക്ക്, ദേവസ്വം ബോർഡിൻ്റെ ആനകൾക്ക് തീറ്റയായി നൽകും. ഒപ്പം ബാക്കി വരുന്നവ ലേലത്തിൽ വിൽക്കുകയുമാണ് നൽകുക. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ, ഇന്ന് രാത്രി വരെ, രാത്രി നട അടയ്ക്കുന്നത് വരെയുള്ള സമയത്ത് കാഴ്ചക്കുല സമർപ്പണം ഉണ്ടാകും. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇത്തരത്തിൽ ആളുകൾ, ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്ന പതിവാണ് ഉണ്ടാവുക. കാഴ്ചക്കുലകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും രാത്രി നട അടയ്ക്കുന്ന സമയം വരെയും. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ദർശനം കഴിഞ്ഞ് കാഴ്ചക്കുല സമർപ്പണം ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഓണാശംസകൾ ഓണത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഭഗവാനെ കണ്ടു, ദർശിച്ചു. അതിനുശേഷം ഇനി
എന്തൊക്കെയാണ് ഈ വർഷത്തെ ഓണ ആഘോഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദ്യമായിട്ടുള്ള ഓണാശംസകൾ. ഇത്തവണ ഓണത്തിന് നമുക്ക് കുറച്ചൊരു പശ്ചാത്തലം ഉണ്ടല്ലോ, ഒരു സങ്കടത്തിൻ്റെതായിട്ടുള്ള വയനാട് ദുരന്തവും മറ്റും ഉണ്ടാക്കിയിട്ടുള്ള സങ്കടത്തിൽ നിന്ന് മലയാളികൾ പൂർണ്ണമായിട്ടും, കേരളം പൂർണ്ണമായിട്ടും മോചിതമായിട്ടില്ല. എങ്കിലും നമ്മൾ അമിതാഹ്ലാദങ്ങളില്ലാതെ ആഘോഷിക്കുന്ന ഓണങ്ങളിൽ ഒന്നാണ് ഇത്തവണത്തെ ഓണം. മലയാളികൾക്ക് ഓണം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ദിവസമാണ്. പ്രത്യേകിച്ചും ഗുരുവായൂരപ്പ ഭക്തന്മാർക്ക് ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്രാടത്തിൻ്റെ കാഴ്ചക്കുല സമർപ്പണം ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ഭക്തജനങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഓണക്കുല സമർപ്പിക്കുന്നത്. ഞാനും മിക്കവാറും വർഷങ്ങളിൽ ഇവിടെ ഓണത്തിന് വരാറുണ്ട്. എല്ലാ വർഷവും വരാറുള്ളതാണ്? മിക്കവാറും വർഷങ്ങളിൽ മുടങ്ങാതെ ഇതിന് വരാറുണ്ട്. കുടുംബമായിട്ട് തന്നെയാണ് എല്ലാം സാധാരണ? കുടുംബമായിട്ട് തന്നെയാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ ഓണം? നല്ല അടിപൊളിയായിട്ട്. ഇപ്പോൾ തിരികെ മടങ്ങുവാണോ? തിരിച്ച് പോവാണ് വീട്ടിലേക്ക്. ശരി, താങ്ക് യു. കുടുംബത്തോടു കൂടി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇപ്പോൾ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും ഭക്തജനങ്ങൾ ഇപ്പോൾ കാഴ്ചക്കുലകളുമായി ഭഗവാന് സമർപ്പിക്കുന്നതിന് വേണ്ടി കുലകളുമായി നീങ്ങുകയാണ്. ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളായി ഇവിടെ കാത്തുനിന്ന ഭക്തജനങ്ങളാണ് ഇവരെല്ലാം. ഇന്ന് രാത്രി വരെ നട അടയ്ക്കുന്നവരെയുള്ള സമയത്ത് കാഴ്ചക്കുലകൾ സമർപ്പിക്കുന്നതിനുള്ള സമയമുണ്ട്. നാളെ ഓണപ്പുടവ സമർപ്പണം വെളുപ്പിനെ 4 മണി 4:30 നടക്കും. അതിന് തൊട്ട് പിന്നാലെ ഉഷപൂജ വരെയുള്ള സമയത്ത് ഭക്തജനങ്ങൾക്കും ഓണപ്പുടവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. നാളെ 10,000 ആളുകൾക്കുള്ള സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ മുതൽ, ഇന്ന് മുതലുള്ള 22-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ 1 മണിക്കൂർ ദർശനത്തിനുള്ള സമയം കൂടുതൽ തിരക്ക് പരിഗണിച്ചുകൊണ്ട് ദർശനത്തിന് 1 മണിക്കൂർ സമയം അധികം ഉണ്ട്. വൈകിട്ട് 3:30 നട തുറക്കുക. സാധാരണഗതിയിൽ 4:30 നട തുറക്കുക. ഇനിയുള്ള 22-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ വൈകിട്ട് 3:30 നട തുറന്ന് കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സമയവുമുണ്ട്. എല്ലാ വർഷവും വരുന്നതാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഗുരുവായൂർ സ്വദേശിയാണ്. കഴിഞ്ഞ 10-30 വർഷമായി ഇതിനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിരുന്നില്ല. അടുത്ത വർഷം ഇതിനുള്ള ഭാഗ്യം കിട്ടണമെന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ചെങ്ങാഴിക്കോടൻ കൊലയാണോ? അല്ല, ഇത് ചെങ്ങാഴി. വർഷങ്ങളായുള്ള സമർപ്പണമാണ്. എവിടെ നിന്നാണ് വരുന്നത്? എറണാകുളം നിന്നാണ്. എത്ര സമയമായി വന്നുള്ള കാത്തുനിൽപ്പാണ് ഇവിടെ കൊല സമർപ്പിക്കുന്നതിന് വേണ്ടി? 2-3 മണിക്കൂറൊക്കെ. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ്. എല്ലാ വർഷവും സമർപ്പിക്കാറുള്ള? എല്ലാ വർഷവും സമർപ്പിക്കാറുണ്ട്. അമ്മ എവിടെ നിന്നാണ്? ഇവിടെ തന്നെയാണോ? ഗുരുവായൂർ തന്നെ. എല്ലാ വർഷവും സമർപ്പിക്കാറുണ്ട്. ഇനി നാളെ തിരുവോണ സദ്യയുണ്ട്. തിരുവോണ സദ്യക്ക് 10,000 ആളുകളുടെ സദ്യവട്ട ഒരുക്കങ്ങളാണ് തയ്യാറാക്കുന്നത്. ആ എന്തായാലും ഗുരുവായൂരിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണത്തിന്റെ തിരക്ക് ഇങ്ങനെ നീളുകയാണ്. എല്ലാവർക്കും വലിയ സന്തോഷവുമുണ്ട്. കാരണം അവരുടെയൊക്കെ ഒരു വർഷത്തെ കാത്തിരിപ്പുമാണ്. ഭഗവാന് കാഴ്ചക്കുല സമർപ്പിച്ച് എല്ലാ സമൃദ്ധിയും തങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തണം എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കും തിരികെ അവർ ഇറങ്ങുന്നത്. മിഥുൻ മുരളി അവിടെ നിന്നും തത്സമയ വിവരങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത്. നമുക്ക് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അത് കഴിഞ്ഞും ധാരാളം ന്യൂസുകളുണ്ട്. വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കേണ്ടതുണ്ട്. എന്തായാലും നോക്കാം ഇന്നത്തെ വാർത്തകൾ വേഗത്തിൽ. ഇന്ന് ഉത്രാടം. തിരുവോണത്തിന് ഇനി ഒരു നാൾ കൂടി. നാടും നഗരവും ഉത്രാടപ്പാച്ചിലിൽ. തിരുവാറന്മുളയപ്പനുള്ള ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി വൈകിട്ട് കാട്ടൂരിൽ നിന്ന് പുറപ്പെടും. ഡൽഹിയിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ഓണം ആഘോഷമാക്കുക എന്നതിലുപരി ഓണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാലഗോകുലം ഇത്തവണ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ഇക്കുറിയും സംഗീത പ്രേമികൾക്കായി ഓണസമ്മാനം ഒരുക്കി സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ. ഓണപ്പെരുമയെ ഓർമ്മപ്പെടുത്തുന്ന ഗാനമാണ് ഇക്കുറി തയ്യാറാക്കിയത്. പുരസ്കാര നേട്ടത്തിന് ശേഷമുള്ള ഈ ഓണക്കാലത്തിന് മാധുര്യമേറെയെന്നും വിദ്യാധരൻ മാസ്റ്റർ. തൃശൂരിലെ BJP നേതൃത്വത്തിന് ഇത്തവണ ഓണം ഇരട്ടി മധുരം. സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ പുത്തൻ ഓഫീസായ നമോ ഭവനിൽ നടക്കുന്ന ആദ്യത്തെ ഓണാഘോഷം മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിൽ പങ്കെടുക്കാൻ പ്രശസ്ത ഗായകരുമെത്തി. ഓണക്കാല ചെലവ് 15,000 കോടിയോട് അടുക്കുന്നു. ഓണം കഴിഞ്ഞാൽ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാകാതിരിക്കാൻ 1,500 കോടി കൂടി കടമെടുക്കാൻ തീരുമാനം. ഇതോടെ കേന്ദ്രം അനുവദിച്ച കണക്കിൽ ഡിസംബർ വരെ കടമെടുക്കാൻ ശേഷിക്കുന്നത് 1,200 കോടി മാത്രം. ഓണമെന്നാൽ മലയാളിയുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് സദ്യയാണ്. നല്ല നാടൻ വാഴയിലയിൽ
തൊടുകറികളും തുമ്പപ്പൂച്ചോറും പഴവും പപ്പടവും ഒക്കെ ഇരുന്നാൽ തന്നെ നാവിൽ രുചിയൂറും. പറമ്പുകളിലും തൊടുകളിൽ നിന്നും വാഴയിലകൾ കിട്ടാതായതോടെ കടയിൽ നിന്ന് വാങ്ങിയെങ്കിലും ഓണം ഉണ്ണാനുള്ള തയ്യാറെടുപ്പിൽ മലയാളികൾ. കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തിയത് സിൻഡിക്കേറ്റ് സമിതി അന്വേഷിക്കും. പരാതി അന്വേഷിക്കാൻ സിൻഡിക്കേറ്റിന്റെ വിദ്യാർത്ഥി അച്ചടക്ക സ്ഥിര സമിതിയെ ചുമതലപ്പെടുത്തി ഉത്തരവിറങ്ങി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. ഗുണ്ടാരാജ് എന്നത് ബംഗാളിലെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയെന്ന ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. ക്രമസമാധാന പാലനത്തിൽ സംസ്ഥാനത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചു. ബംഗാളിൽ ഒരു വശത്ത് മുഖ്യമന്ത്രിയും മറുവശത്ത് ജനങ്ങളും എന്ന രീതിയിൽ ധ്രുവീകരണം നടന്നിരുന്നതായും ഗവർണർ. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ഇന്ന് യാത്രാമൊഴി. 11 മണി മുതൽ 3 മണി വരെ ഡൽഹി AKG ഭവനിൽ പൊതുദർശനത്തിന് ശേഷം വൈദ്യശാസ്ത്ര പഠനത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് കൈമാറും. യെച്ചൂരിയുടെ അമ്മ കൽപ്പകത്തിന്റെ മൃതദേഹം 2021 എയിംസിന് കൈമാറിയിരുന്നു. CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് പിന്തുണ നൽകാൻ MV ഗോവിന്ദൻ വിഭാഗത്തിന്റെ നീക്കം. മുഖ്യമന്ത്രി പിണറായി വിജയന് അനഭിമതനായ MA ബേബി ജനറൽ സെക്രട്ടറി ആയാൽ അത് വലിയ മാറ്റം പാർട്ടിയിൽ ഉണ്ടാക്കുമെന്നാണ് പിണറായി വിരുദ്ധ ചേരി കരുതുന്നത്. ഓട്ടോണമസ് പദവി നഷ്ടപ്പെട്ട എറണാകുളം മഹാരാജാസ് കോളേജ്. 4 വർഷമായി കോളേജിന് ഓട്ടോണമസ് പദവിയില്ല. ഇതോടെ കോളേജ് നടത്തുന്ന പരീക്ഷകൾ അസാധുവാകും. കോളേജ് 2021 മുതൽ പ്രവർത്തിക്കുന്നത് UGCയുടെ അംഗീകാരമില്ലാതെ. അംഗീകാരം നഷ്ടപ്പെട്ട കാര്യങ്ങൾ MG യൂണിവേഴ്സിറ്റിയും കോളേജ് അധികൃതരും മറച്ചുവെച്ചത് പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേടിന് അവസരമൊരുക്കാനെന്നും ആരോപണം. ദ കിങ് ഓഫ് ഇന്ത്യൻ ഓഷൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ കുറിച്ചുള്ള വിശേഷണം. വിഴിഞ്ഞം ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ചരക്ക് വിനിമയങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞു. 2024 സെപ്റ്റംബർ മാസം വരെയുള്ള കണക്കെടുക്കുമ്പോൾ കൊളംബോയെ പിന്തള്ളിക്കൊണ്ട് വിഴിഞ്ഞം അതിവേഗം മുന്നേറുകയാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ദീർഘകാല വ്യവസായം കൂടി ഏറ്റെടുത്തതോടെ വിഴിഞ്ഞം തുറമുഖം കൊളംബോ തുറമുഖത്തിന് പ്രഹരവും ഏൽപ്പിച്ചു തുടങ്ങി. തിരുവനന്തപുരത്ത് വീണ്ടും കുടിവെള്ള പൈപ്പിൽ അറ്റകുറ്റപ്പണിയൊരുക്കി ജല അതോറിറ്റി. നാടിനെ മുഴുവൻ കുടിവെള്ള പ്രതിസന്ധി ഉണ്ടാക്കിയ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കലിന് പിന്നാലെയാണ് വീണ്ടും അറ്റകുറ്റപ്പണിക്ക് ഒരുങ്ങുന്നത്. പുതിയ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുന്നതിന് മുന്നോടിയായി അറ്റകുറ്റപ്പണി ആരംഭിക്കുന്നു എന്നതും ശ്രദ്ധേയം. വിവാദങ്ങൾക്കും വെളിപ്പെടുത്തലുകൾക്കും പിന്നാലെ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ PV അൻവർ MLA രംഗത്ത്. കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുമെന്നാണ് ഭീഷണി. ഉടുമുണ്ട ഉരിഞ്ഞ് നടത്തുമെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് അൻവറിന്റെ പ്രതികരണം. നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി. അവസാന സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനെ വിസ്തരിച്ചു. കേസിൽ ആകെ 261 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. കൂടാതെ 1600 രേഖകളാണ് കേസിൽ കൈമാറിയത്. സാക്ഷിമൊഴികൾ കേന്ദ്രീകരിച്ചുള്ള വിശദമായ വാദം അടുത്ത ഘട്ടത്തിൽ. പെരിയ ഇരട്ട കൊലപാതക കേസിൽ വിധി പ്രഖ്യാപനം നവംബറിൽ. കേസിൽ പ്രതികളുടെ വിചാരണ കൊച്ചി CBI കോടതിയിൽ പൂർത്തിയായി. പ്രതിഭാഗത്തിന് കൂടുതൽ സാക്ഷികളോ രേഖകളോ ഉണ്ടെങ്കിൽ ഈ മാസം 20-ന് ഹാജരാക്കണം. ഉയർന്ന പലിശ വാഗ്ദാനം നൽകി ഉപഭോക്താവിനെ കബളിപ്പിച്ച പോപ്പുലർ ഫിനാൻസ് ഉടമകൾക്ക് 7 ലക്ഷം രൂപ പിഴ ഈടാക്കി എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. എറണാകുളം സ്വദേശി MG നാരായണൻ സമർപ്പിച്ച പരാതിയിലാണ് കോടതിയുടെ നിർദ്ദേശം. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദില്ലി കൊച്ചി വിമാനം വൈകുന്നു. 10 മണിക്കൂറായിട്ടും വിമാനം പുറപ്പെട്ടിട്ടില്ല. ഇന്നലെ രാത്രി 8:55-ന് പുറപ്പെടേണ്ട വിമാനമാണ് ഇതുവരെയും പുറപ്പെടാത്തത്. ഇതോടെ ഓണത്തിന് നാട്ടിലേക്ക് പോകുന്ന മലയാളികൾ അടക്കം നിരവധി യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങി. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14 മുതലാണ് ഔദ്യോഗികമായി ഹിന്ദി ദിനം ആചരിച്ചു തുടങ്ങിയത്. ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയാക്കാൻ പരിശ്രമിച്ച സംസ്കൃത പണ്ഡിതനായ ബേഹർ രാജേന്ദ്ര സിൻഹയുടെ ജന്മദിനം കൂടിയാണ് ഇന്ന്. ജമ്മുകാശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. 2 സൈനികർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. കിഷ്ത്വാർ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനാൽ സുരക്ഷ കർശനമാക്കിയിട്ടുമുണ്ട്. ബാരാമുള്ളയിലും ഇന്നലെ രാത്രി ഏറ്റുമുട്ടലുണ്ടായി.
അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമറും കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ, പശ്ചിമേഷ്യൻ വിഷയങ്ങൾ ചർച്ചയായി. ബ്രിട്ടന്റെ 6 നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ബ്രിട്ടൻ നടത്തിയിട്ടില്ല. ദക്ഷിണാഫ്രിക്കയിലെ മുൻ മന്ത്രി പ്രവീൺ ഗോർദൻ അന്തരിച്ചു. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ ഇന്ത്യൻ വംശജനാണ്. അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ മുൻനിര നേതാവായിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 8 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. വിഷ്ണു വിനോദ് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നടത്തിയ സെഞ്ചുറിയുടെ പിൻബലത്തിൽ ആലപ്പി മുന്നോട്ട് വച്ച 182 റൺസ് വിജയലക്ഷ്യം 12.4 ഓവറിൽ മറികടന്നാണ് തൃശൂർ ജയം സ്വന്തമാക്കിയത്. 45 പന്തിൽ നിന്ന് 17 സിക്സും 5 ബൗണ്ടറിയും ഉൾപ്പെടെ തൃശൂരിന്റെ ഓപ്പണർ വിഷ്ണു വിനോദ് 139 റൺസാണ് അടിച്ചുകൂട്ടിയത്. ലീഗിലെ അതിവേഗ സെഞ്ചുറി നേട്ടത്തിനും വിഷ്ണു വിനോദ് അർഹനായി. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ സിറ്റി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മത്സരം സമനിലയിൽ. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. ആദ്യ പകുതിയിൽ മോഹൻ ബഗാൻ 2 ഗോളിന് ലീഡ് ചെയ്ത ശേഷമായിരുന്നു സമനില. മുംബൈക്കായി ഇറങ്ങിയേറിയ മലയാളി താരം PN നൗഫൽ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇടവേളയ്ക്ക് ശേഷം പുത്തൻ പുലരിയിൽ മറ്റു വിശേഷങ്ങൾ കാണാം. ഓക്കെ, നമ്മൾ വീണ്ടും പുത്തൻപുലയിലേക്ക് കടക്കുകയാണ്. വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. ചിലർ കമൻറ്റ് ബോക്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ കാലത്ത് എന്താണ് ഉത്രാടപ്പാച്ചിലൊന്നുമില്ല, എല്ലാം ഇൻസ്റ്റൻ്റ് അല്ലേ, നമ്മൾ ഓർഡർ ചെയ്യല്ലേ എന്നൊക്കെ. സത്യം അതായിരിക്കാം. പക്ഷെ എന്നാലും ഈ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി തിക്കി തിരക്കി അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് വാങ്ങിയില്ലെങ്കിലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിക്കി തിരക്കി നടക്കുക എന്നാലല്ലേ ഒരു ഉത്രാടപ്പാച്ചിലാവുള്ളൂ. അത് മാത്രമല്ല, കാഴ്ച കാണുക എന്നുള്ളത് തന്നെ വളരെ രസകരമാണ്. കറക്റ്റാണ്. കച്ചവടക്കാരൊക്കെ കണ്ടിട്ടില്ലേ അവര് ഈ പുതിയ വിപണന തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്? ഈ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സൈഡില് സാരിയൊക്കെ ചുരുട്ടി ഇങ്ങനെ മുകളിലോട്ട് എറിയുന്നത്. അപ്പൊ നമ്മൾ ഈ വെടിക്കെട്ട് പോലെയാണ് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ താഴെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ശബ്ദമുഖരിതമായ ഭയങ്കര രസമുള്ള വാങ്ങിച്ചു പോകുമല്ലേ. അതെ, ഏതായാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ തത്സമയം കാണിക്കാൻ ആളുണ്ട്. ഇന്നത്തെ ദിവസം ടിൻഡു തന്നെയാണ്. എന്തായാലും ടിൻഡു ആണ് എപ്പോഴും ഈ തിരക്കുകളിൽ നിന്ന് വളരെ സജീവമായി റിപ്പോർട്ട് ചെയ്യുന്നതും. രാവിലെ തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിലാണ്. ടിൻഡു, ഗുഡ് മോർണിംഗ്. ടിൻഡുയുടെ വൈബാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളിവിടെ ഒരു വട്ടം ഇങ്ങനെ ചിരി സദ്യയൊക്കെ വിളമ്പി കഴിഞ്ഞു. ലെവലാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ടിൻഡുവിന്റെ കൈകളിലേക്ക്. മൂന്ന് പേർക്കും നമസ്കാരം. 3 പേർ നല്ല സുന്ദരിയായിട്ടുണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ചാല മാർക്കറ്റിലാണ്. പൂക്കടയിലാണ് നിൽക്കുന്നത്. നേരത്തെ അനു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഇൻസ്റ്റൻ്റായി കഴിഞ്ഞു എന്ന്. പക്ഷേ എല്ലാം നമുക്ക് ഇൻസ്റ്റൻ്റായി കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല. പൂക്കളെ നമുക്ക് ഒരിക്കലും ഇൻസ്റ്റൻ്റായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇത്തവണ ഈ ഓണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൂക്കളെ സംബന്ധിച്ചിടത്തോളം യുദ്ധഭൂമിയിൽ 2 ഭടന്മാരാണ്. കാരണം വാടാമല്ലിയെ വെട്ടാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ വർഷവും ഈ വെള്ള ജമന്തി ഉണ്ട്. ഈ വെള്ള ജമന്തിക്ക് സമാനമായിട്ട് തന്നെ വയലറ്റ് കളറിൽ എനിക്ക് തോന്നുന്നു വാടാമല്ലിയേക്കാളും കൂടുതൽ നല്ലൊരു കളറാണ് ഈ വയലറ്റ് കളറിന്. ഇതിനാണ് ആൾക്കാർ കൂടുതലും. കാരണം നല്ല പെട്ടെന്ന് കണ്ണിൽ അട്രാക്ട് ചെയ്യുന്നത്. കാരണം ഈ വയലറ്റ് കളറാണ്. അതുപോലെ നല്ലൊരു തിളക്കവുമുണ്ട്, കുറച്ച് ലാസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പൂവിനാണ് ഡിമാൻഡ് കൂടുതൽ. വെള്ളയ്ക്കും ഡിമാൻഡ് ഉണ്ട്. വെള്ളയ്ക്ക് അത്യാവശ്യം വില കൂടുതലാണെങ്കിൽ ഏതാണ്ട് 350 രൂപ വരെ വിലയുണ്ട്. അപ്പോൾ വെള്ളയ്ക്കും ഡിമാൻഡ് ഉണ്ട്. എന്തായാലും ഈ ചാല മാർക്കറ്റ് രാവിലെ 4 മണിക്ക് തന്നെ ഉണർന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തിരുവനന്തപുരം ജില്ലയുടെ കാര്യമാണ് കൂടുതൽ പറയാൻ സാധിക്കുന്നത്. കാരണം ഞാനൊരു തിരുവനന്തപുരത്തുകാരിയാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഏറ്റവും കൂടുതൽ അത്തപ്പൂക്കളത്തെ കാട്ടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ വിളക്കൊരുക്കുന്ന ചടങ്ങാണ്. ഉത്രാട ദിനത്തിൻ്റെ അന്ന് വൈകുന്നേരം വീട് ചാണകമൊക്കെ തളിച്ച് വൃത്തിയാക്കി എല്ലാ സാധനങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഒരു 3 മണിക്ക് ശേഷം പിന്നെ വാഴയില പോലും വെട്ടില്ല. കാരണം 3 മണി കഴിഞ്ഞാൽ ഓണം തുടങ്ങിയെന്നാണ് പറയുന്നത്. ഈ വാഴയിലയൊക്കെ വെട്ടി നാളത്തേക്കുള്ള തേങ്ങയൊക്കെ ഉടച്ച്
കാഴ്ച വെച്ചതിന് ശേഷമാണ് വിളക്കൊരുക്കുന്നത്. വിളക്കൊരുക്കുന്നതിൽ പ്രധാനിയാണ് പൂവെന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഭംഗിയിലാണ് വിളക്കൊരുക്കുന്നത്. വളയമൊക്കെ കെട്ടി വെച്ച് നിറയെ പൂക്കളൊക്കെ വെച്ച് പടുക്ക ഒരുക്കി ഗണപതി ഒരുക്കി അങ്ങനെയൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ വിളക്കൊഴുക്കൽ ചടങ്ങൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് ഏതാണ്ട് 5 മണിയോടുകൂടി വീട്ടിലെ വിളക്കൊഴുക്കൽ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കും. അപ്പോൾ നമുക്ക് ഈ നാളത്തേക്കുള്ള അത്തത്തിന് വേണ്ടിയിട്ടും വൈകുന്നേരമുള്ള വിളക്കൊരുക്കൽ ചടങ്ങിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ പിന്നെ പൂക്കൾ വാങ്ങാനായിട്ട് ആളുകൾ ഇവിടെ എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചാല മാർക്കറ്റ് തുടങ്ങുന്നത്, അതായത് അകത്തേക്കുള്ള പച്ചക്കറി മാർക്കറ്റ് തുടങ്ങുന്ന അടുത്തുള്ള പൂ മാർക്കറ്റിനടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ വലിയ തകൃതിയായിട്ട് കുറച്ച് നേരം മുന്നേ തന്നെ രാവിലെ തന്നെ ആൾക്കാരൊക്കെ വന്നിട്ട് പൂക്കളെ വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. ചേട്ടാ, ഏത് പൂവിനാ ഡിമാൻഡ് കൂടുതൽ? എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? എങ്ങനെയുണ്ട് വിലയൊക്കെ പൂക്കളുടെ? അത്തത്തിനാണോ വിളക്കൊരുക്കിനാണോ? വിളക്കൊരുക്കിന് പ്രത്യേകിച്ച് ഒന്നും വാങ്ങുന്നില്ല, പിന്നീട് വാങ്ങുന്നല്ലേ? വിലയൊക്കെ കൂടുതലാണോ? പ്രൈസ് ഇതുവരെ പറഞ്ഞില്ല, നോക്കാം. എന്താ കൂടുതൽ വാങ്ങിയത്? എല്ലാം ജമന്തി എല്ലാം. അതാണ് ഈ വിളക്കൊരുക്കിനൊക്കെ വൈകുന്നേരം വാങ്ങുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ആദ്യം വാങ്ങുന്നത് അത്തത്തിനാണ്. അപ്പോൾ ഈ പൂ മാർക്കറ്റും പച്ചക്കറി മാർക്കറ്റും ഒക്കെ സജീവമായിട്ടുണ്ട്. നേരത്തെ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്രാടം എന്ന് പറയുന്നത് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊരു നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ചുമ്മാ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഒന്ന് മാർക്കറ്റിലൊക്കെ കറങ്ങി കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ്. കാരണം ആളുകളൊക്കെ കാണാം. പിന്നെ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമ്മളും സന്തോഷത്തിൻ്റെ ഭാഗമാവും. നമ്മൾ മലയാളികൾ എങ്ങനെയാണല്ലോ, കൂട്ടം കൂടുക, സന്തോഷിക്കുക. എന്ത് വിഷമം വന്നാലും കൂട്ടം കൂടി സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് തമാശകൾ പറഞ്ഞ് തീർക്കും. അത് തന്നെയാണ് മലയാളിയുടെ പൊതു സ്വഭാവം. അപ്പോൾ എല്ലാ തരത്തിലുള്ള പൂക്കളും ഒരുക്കിയിട്ടുണ്ട്. ബന്ദിപ്പൂവുണ്ട്, വിവിധ തരത്തിലുള്ള റോസാപ്പൂക്കളുണ്ട്, ഈ വെൽവെറ്റ് പൂക്കളുണ്ട്, അതുപോലെ തന്നെ വാടാമല്ലി, എല്ലാ പൂക്കളും സജീവമായി തന്നെ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം, അതായത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇതിൻ്റെ ഒരു വിപണനത്തിൻ്റെ ഒരു തിരക്ക് അനുഭവപ്പെടുവാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ പ്രധാനമായി എത്തുന്നത് ചാല മാർക്കറ്റിലാണ്. ചാല മാർക്കറ്റിൽ കിട്ടാത്ത ഒന്നുമില്ല എന്നാണ് നമ്മൾ തിരുവനന്തപുരംകാർ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാം സജീവമായി തന്നെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനി നിറയെ പൂ മാർക്കറ്റാണ്. അതോടൊപ്പം തന്നെ പച്ചക്കറി മാർക്കറ്റുമുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ നേരത്തെ ഇതിൻ്റെ കടയിലേക്ക് പോവാം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല. തിരക്കാണ്, സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, തിരക്കാണ്. എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? നന്നായിട്ട് പോകണം. എന്താ പിച്ചി വാങ്ങാൻ വന്നതാണോ? അതേ വീട്ടിലത്തേക്ക് പോകാൻ വന്നതാണോ? എന്താ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാ. അടിപൊളി. അത്തത്തിലൊന്നും പോവാങ്ങുന്നുണ്ട്. വിലയൊക്കെ എങ്ങനെയുണ്ട്? വില ഇച്ചിരി കൂടുതലാണ്. കുഴപ്പമില്ല. നമ്മുടെ ആഘോഷമല്ലേ? ആഘോഷം ഓണല്ലേ. അപ്പൊ എല്ലാം ഓക്കെയാണ്? ഓക്കെയാണ്. അമ്പാലും ഓക്കെയാണ്? ഹാപ്പിയാണ്. അപ്പൊ വിലയൊക്കെ കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുള്ളൂ. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും ഒരു കുറച്ച് മണിക്കൂറുകൾ കൂടെ കഴിയുമ്പോൾ ഉത്രാടപ്പാച്ചിൽ തുടങ്ങും. ചെറിയ ആവേശത്തിൽ തന്നെ അടിച്ച് തിമിർക്കുകയാണോ? ഇങ്ങനെ കത്തി കയറുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇടപെട്ടത്. നമസ്തേ എന്ന പ്രേക്ഷകർ പറയുന്നു കേട്ടോ, ജനം ഇലയിൽ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന്. അപ്പൊ അതിൽ ചില വിഭവങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. രോഹിണി നമ്മൾ സേഫാണ്. രോഹിണി ഉപ്പേരി, വീണ പായസം, അനു പപ്പടമാണ്. അത് ശരി. പപ്പടമില്ല നിങ്ങൾ എങ്ങനെ ഉണ്ണും? പപ്പടമില്ലാതെ എങ്ങനെ ഉണ്ണും? അതിന് മറുപടി പറഞ്ഞിട്ടില്ലാതെ ഊണ് കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രദീപ് പിള്ളയെ കൊണ്ട് കളഞ്ഞു എന്ന് ചോദിച്ചിട്ടല്ലോ നേരത്തെ. വരുന്നില്ല എന്ന് പറഞ്ഞ് ഉഷാജി പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. ഓണത്തിന് മീനോ എന്ന് ഉഷാജി ചോദിക്കുന്നുണ്ട്. ഞാൻ കല്യാണം കഴിച്ചു പോയത് വടക്കേ അറ്റത്താണ്. അവിടെ ഉണ്ട് തിരുവോണത്തിന്, വടക്കൻ കേരളത്തിൽ തിരുവോണത്തിന് മീനും ഇറച്ചിയും ഇല്ലാതെ അവർക്കൊരു ഓണം ഇല്ല. അപ്പൊ നമ്മൾ പലയിടങ്ങളിലും പല ജില്ലകളിലും സത്യത്തിൽ ഈ സദ്യ പോലും പല രീതിയിലാണെന്നുള്ളതാണ്. ഒരുപക്ഷെ വീണ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള കഥയും അതായിരിക്കും, ആ ഞെട്ടിയ കഥ. അതെ അതെ, ഞാൻ പോയപ്പോഴുള്ള മാറ്റം. ഒരു ഉത്രാടത്തിനായിരുന്നു എൻ്റെ വിവാഹം. തിരുവോണത്തിന് രാവിലെ എഴുന്നേറ്റ് ഞാൻ കാണുന്ന, ഉച്ചയ്ക്ക് ഇലയിൽ കാണുന്ന കാഴ്ചകൾ അതൊക്കെയാണ്.
ഓക്കെ, അപ്പം പക്ഷെ എല്ലാവർക്കും ഇപ്പം എല്ലാം അറിയാവുന്ന കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും ആളുകൾ കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിലും എല്ലാവരും വെജിറ്റേറിയൻ സദ്യ തന്നെയാണ് പ്രിഫർ ചെയ്യാറുള്ളത് കൂടുതലും. വടക്കൻ കേരളത്തിൽ പക്ഷെ അതൊരു ആചാരമാണ്. ഓക്കെ, നമുക്ക് ഇനി നമ്മളൊരു വാർത്ത കാണിക്കാൻ പോകുന്നത് ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ആവശ്യപ്പെട്ടൊരു കാര്യം കൂടിയാണ്. കാരണം ഡൽഹിയിൽ നിന്നുള്ളതാണല്ലേ. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷങ്ങൾ അവിടെയും പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ ഓണം ആഘോഷമാക്കുക എന്നതിലുപരി ഓണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് എന്തായാലും ബാലഗോകുലം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തവണ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചതും ഇതേ ലക്ഷ്യത്തോടെ. മറുനാട്ടിലാണ്. സ്ഥലപരിമിതികളുണ്ട്. നാട്ടിലെ പോലെ മുറ്റവും പറമ്പും ഒന്നുമില്ല. എങ്കിലും പൂക്കളവും സദ്യയുമൊക്കെയായി രാജ്യതലസ്ഥാനത്തെ മലയാളികളും ഓണം ആഘോഷിക്കുകയാണ്. ബാലഗോകുലത്തിന് നേതൃത്വത്തിൽ ഡൽഹി മലയാളികൾക്കിടയിൽ ഓണാഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ഓണക്കാലം കേവലം ആഘോഷനാളുകളായി മാത്രം കാണാതെ വരും തലമുറകളിലേക്ക് ഐതിഹ്യങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും പകർന്നു നൽകാനാണ് ശ്രമിക്കുന്നത്. ഓണാഘോഷം എല്ലാ വീടുകളിലും എപ്പോഴും നടത്താറുണ്ട്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി ഭംഗിയായിട്ടാക്കണമെന്ന് ബാലോളത്തിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഓരോ വീട്ടിലും അത്തപ്പൂക്കളം 10 ദിവസം ഇടണം. പിന്നെ 15-ാം തീയതി ഓണത്തിൻ്റെ അന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ ഓരോ 10 ദിവസത്തിൽ രാവിലെ എഴുന്നേറ്റ് ഇടാറുണ്ട്. അപ്പോൾ അതിൽ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്നും ഇങ്ങനെ തന്നെ വലിയൊരു ഇതായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറുനാട്ടിലൊക്കെ താമസിക്കുമ്പോൾ പലർക്കും ഓണം എന്താണ് എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത്തവണ ബാലോളത്തിൻ്റെ രക്ഷാധികാരി വിളിച്ചു പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളാണ് മാതൃകയാവേണ്ടത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതി മുന്നോട്ട് വരുന്ന കുട്ടികൾക്കും നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇത്തവണ ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂക്കളങ്ങളിൽ ഒതുങ്ങുന്നില്ല ഓണാഘോഷങ്ങൾ. ഓണത്തപ്പനും വാമനമൂർത്തിയും തിരുവാതിരയും അങ്ങനെ ആചാരപ്പെരുമയിൽ നിന്നുള്ള ഓണമാണ് ഇത്തവണ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹി മലയാളികൾ ആഘോഷിക്കുന്നത്. നമുക്ക് ഈ പ്രാവശ്യം ബാലഗോകുലത്തിന്റെ നിർദ്ദേശം എന്ന് വെച്ചാൽ കുട്ടികളിൽ ഓണത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിപുലമായ ഒരു ഓണാഘോഷ പരിപാടി തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ ലേഡീസിൻ്റെ തിരുവാതിരക്കളി അങ്ങനെ എല്ലാ ഓണത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ഉയർത്തുന്ന എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഓണം മാത്രമല്ല, മകരസംക്രമവും ഹിന്ദു സാമ്രാജ്യദിനവും ഗുരുദക്ഷിണ മഹോത്സവവും രക്ഷാബന്ധനും അടക്കം കുട്ടികളെ ഉൾക്കൊള്ളിച്ച് സമഗ്രമായ ആഘോഷ പരിപാടികൾക്കാണ് ഡൽഹിയിലെ ബാലഗോകുലം നേതൃത്വം നൽകുന്നത്. ജനം, ഡൽഹി. അങ്ങനെ പ്രേക്ഷകർ ചോദിച്ച് വിളിച്ചു വരുത്തിയതേ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോ എന്നാണ്. അല്ല, ഈ പറയുന്നത് കേട്ടതൊന്നും പ്രേക്ഷകർ ചോദിച്ചുകൊണ്ട് ഇപ്പൊ വന്നു. അതിൽ നിങ്ങൾ എന്നോട് ഇങ്ങനെ കയറാൻ പറഞ്ഞു പ്രേക്ഷകരോട് ഉള്ള സത്യം പറയുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ഇങ്ങനെ ചർച്ച ചെയ്തു, ഇങ്ങനെ നമുക്ക് മാറി മാറി കയറാം. അപ്പൊ ആരാദ്യം കയറും എന്നുള്ള ചർച്ച വന്നപ്പോഴത്തേക്ക് ഇവിടെ നാരീ ശക്തിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അഭിമാനത്തോടു കൂടി പറയുന്നു. അപ്പോൾ പറയുന്നു, സാറിന്റെ കയ്യിൽ മൈക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ മാറി തരത്തിൽ അവസാനം കയറിയ മതി എന്ന് പറഞ്ഞ് വന്നു. ബാക്കി പറഞ്ഞോളൂ. മനസ്സിലായി. സത്യം പറഞ്ഞോട്ടെ, എന്താ ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ്. ഈ പ്രത്യേകം അഭ്യർത്ഥിക്കണം. ആ അഭ്യർത്ഥന മാനിച്ച് പിന്നീട് വരും. നമ്മളങ്ങനെ ഒരു ലേറ്റ് എൻട്രി, ഒരു സൂപ്പർ എൻട്രി ശംഖുമുഖത്ത് വന്നതല്ലേ. സമയങ്ങളുണ്ട്, ഓണം പാക്കേജുകൾ ഒത്തിരി ഉണ്ട്, ഓണം വിശേഷങ്ങളുണ്ട്. ഞങ്ങളുടെ നമ്മുടെ റിപ്പോർട്ടർമാർ പലരും വന്നുപോയി. ഇനി നമുക്ക് തൃശ്ശൂരിലെ BJP നേതൃത്വത്തിൽ സ്പെഷ്യൽ ഓണം ഇരട്ടി മധുരമാണ് ഇത്തവണ അവർക്ക്. സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ പുത്തൻ ഓഫീസായ നമോ ഭവനിൽ നടക്കുന്ന ആദ്യത്തെ ഓണാഘോഷം
മുൻ മിസോറം ഗവർണർ കുമ്മനം രാജശേഖരൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പങ്കെടുക്കാനായി പ്രശസ്ത ഗായകരും എത്തിയിരുന്നു ആഘോഷത്തിൽ. രാവിലെ മുതൽ ആഘോഷങ്ങൾ BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോഭവനിൽ തുടങ്ങി. തിരുവാതിരക്കളി കൂടെ ആയപ്പോൾ ആഘോഷത്തിന് മാറ്റുകൂടി. ഓരോ മണ്ഡലങ്ങളുടെയും പൂക്കള മത്സരവും ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച ഓണാഘോഷം പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതായിരുന്നു. ഓണാഘോഷ പരിപാടികളിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററും പങ്കെടുത്തു. ഓണാഘോഷ പരിപാടിയിൽ അതിൽ ഏതൊരാൾ വിളിക്കുമ്പോഴും ഒഴിവുണ്ടെങ്കിൽ അവിടെ പങ്കെടുക്കുക, സഹകരിക്കുക. ഓണം എന്ന് പറഞ്ഞാൽ സർവത്ര എല്ലാവരും ഒന്നാ, അതിൽ സെപ്പറേഷൻ ഇല്ല. ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുവാനായി മുൻ മിസോറം ഗവർണർ കുമ്മനം രാജശേഖരനും എത്തിയിരുന്നു. ഓണം നൽകുന്ന ഒരു മഹത്തായ സന്ദേശമാണ്. ഇത് പൂരത്തിൻ്റെ നാടാണ്. ഇവിടെ കലയുടെയും സാഹിത്യത്തിൻ്റെയും അതുപോലെ സർഗ വൈഭവങ്ങളുടെയും ഒക്കെ പീലി വിടർത്തിയാടുന്ന ഒരു നാടാണ്. ഭേദചിന്തകൾക്ക് അതീതമായി, ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായി എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കുകയും കാണുകയും ചെയ്യുക എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ വിശാലമായ കാഴ്ചപ്പാട്, ആശയാദർശം തന്നെയാണ് ഇതിന്റെ പ്രേരണയും പ്രചോദനവും. തുടർന്ന് ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ഗായകൻ അനൂപ് ശങ്കർ, വിദ്യാധരൻ മാസ്റ്റർ, കൂടിയാട്ടം കലാകാരൻ G വേണു എന്നിവർക്ക് കുമ്മനം രാജശേഖരൻ ഓണക്കോടി നൽകി. ആഘോഷത്തിൽ പങ്കെടുത്ത അനൂപ് ശങ്കർ ഗാനവും ആലപിച്ചു. ആലകളിൽ പാലമൃതാലകിട് ചുരന്നു പൂന്നുള്ളിക്കുമ്പാളക്കുമ്പിളിറന്നു ആലകളിൽ പാലമൃതാലകിട് ചുരന്നു. മുതിർന്ന BJP നേതാക്കളും ഓണാഘോഷത്തിന്റെ ഭാഗമായി. തുടർന്ന് എല്ലാ പ്രവർത്തകർക്കും ഓണക്കോടിയും സദ്യയും നൽകിയാണ് ഓണാഘോഷം സമാപിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, B രാധാകൃഷ്ണ മേനോൻ, അഡ്വക്കേറ്റ് KR ഹരി, ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ജനം, തൃശൂർ. സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലാണെന്ന് അവർ പറഞ്ഞു. നമസ്തേ, ഓണറല്ലേ ഞാനിപ്പോ അത് കണ്ടതേ ഉള്ളൂ, അത് പ്ലാൻ ചെയ്തതല്ല. സവാള മുറിക്കുന്ന തിരക്കിൽ നിന്ന് ഉച്ചേച്ചി പറഞ്ഞതിന് വിളിച്ചത് ശരിയല്ല. സവാള മുറിക്കുന്ന തിരക്കിൽ എന്ന് ഉച്ചേച്ചി പറഞ്ഞത് ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ട് അതില്. അത് പിന്നെ പറയാം, എന്റെ കൈമുറിഞ്ഞായിട്ട് ബന്ധപ്പെട്ട് സുനിൽ അംബേദ്കർ ഇന്റർവ്യൂ ചെയ്യുമ്പോ ഇങ്ങനെയാണ് ഇരുന്നത്. എന്തായാലും നമസ്തയോട് ഒരു നന്ദി പറയാനുണ്ട്. നമസ്തേ പറഞ്ഞു, നമ്മുടെ പ്രിയം മോഹനും സുരേഷും കാണണമെങ്കിൽ ഉറക്കമിളയ്ക്കണം. അവിടെ 1:30 ഇപ്പൊ US ഏതോ ഒരു ടൈം സോണിലാണ്. ഏത് ടൈം സോണിലാണെന്ന് നമസ്തേ എന്നുള്ള പേരില്ല, ഐഡിയ. എന്തായാലും നമസ്തേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്തേ. ഞാൻ 2 കാര്യം, ഒന്ന്, ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തില്ല എന്ന് ഇവരെല്ലാരും പറയുന്നുണ്ട്. 2, സമയം വളരെ കുറവാണ്. അത് വാസ്തവമാണ്. ഏതാണ് സമയം കുറവാണ്? അതെ, ഹിന്ദി വായിച്ചേനി. ഇന്ന് ദേശീയ പ്രത്യേകത. അതെ, ഇന്ന് ദേശീയ ഹിന്ദി ദിനമാണ്. 1949 സെപ്റ്റംബർ 14 മുതലാണ് ഔദ്യോഗികമായി ഹിന്ദി ദിനം ആചരിച്ചു തുടങ്ങിയത്. ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയാക്കാൻ പരിശ്രമിച്ച സംസ്കൃത പണ്ഡിതനായ ബെഹർ രാജേന്ദ്ര സിൻഹയുടെ ജന്മദിനം കൂടിയാണ് ഇന്ന്. ഭരണഘടനാ സമിതിയിലെ അംഗങ്ങളായിരുന്ന KM മുൻഷിയും N ഗോപാലസ്വാമി അയ്യങ്കാറും ചേർന്ന് രൂപപ്പെടുത്തിയ മുൻഷി അയ്യങ്കാർ ഫോർമുലയാണ് ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കപ്പെടുന്നത്. 3 വർഷം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടനാ സഭയിൽ ഈ നിർദ്ദേശം നടപ്പിലാക്കിയത്. നിർദ്ദേശം അംഗീകരിച്ചതോടെ ഫെഡറൽ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി മാറുകയായിരുന്നു. ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയാക്കാൻ ആജീവനാന്തം പരിശ്രമിച്ച ഹിന്ദി പ്രബോധകനും സംസ്കൃത പണ്ഡിതനുമായ ബേഹർ രാജേന്ദ്ര സിൻഹയുടെ ജന്മദിനം കൂടിയാണ് സെപ്റ്റംബർ 14. ഇന്ത്യയുടെ സാംസ്കാരികവും ഭാഷാപരവുമായ വൈവിധ്യത്തിന് ഹിന്ദി ഭാഷ സംഭാവന ചെയ്തതിനെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഈ ദിനം ആചരിക്കുന്നത്. ഹിന്ദി ഭാഷയ്ക്കും സാഹിത്യത്തിനും മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികളെ രാഷ്ട്രപതി ആദരിക്കുന്ന ദിനം കൂടിയാണിന്ന്. ഭാരതീയർ ഏറ്റവുമധികം ഉപയോഗിക്കുന്ന ഭാഷയാണ് ഹിന്ദി. രാഷ്ട്രഭാഷയായ ഹിന്ദിയുടെ പരിപോഷണത്തിനായി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം.
അപ്പൊ ഹിന്ദി ദിനത്തിൽ അതിഥിയുണ്ട്. ആരാണ്? ഹിന്ദി അധ്യാപകനാണ് ശ്രീ പള്ളിപ്പുറം ജയകുമാറാണ് നമുക്ക് അതിഥിയായിരുന്നത്. അദ്ദേഹത്തിന് പക്ഷേ അധ്യാപകൻ എന്ന ഒരു വാക്കിൽ മാത്രം ഒതുക്കിയാൽ പറ്റുന്നത് വലിയ വാക്ക് തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും എന്തുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മുടെ ഫ്ലോറിൽ അദ്ദേഹം അതിഥിയായി എത്തുന്നു എന്ന് ചോദിച്ചാൽ, പ്രധാനമന്ത്രിയുടെ പ്രതിമാസ ഹിന്ദി റേഡിയോ പ്രഭാഷണമായ മൻ കി ബാത്ത് മലയാളത്തിലേക്ക് ശ്രീ പള്ളിപ്പുറം ജയകുമാറാണ് പരിഭാഷപ്പെടുത്തുന്നത്. 100-ലേറെ എപ്പിസോഡ് പരിഭാഷപ്പെടുത്തിയതും അദ്ദേഹമാണ്. എന്തായാലും മാത്രമല്ല, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരുന്നല്ലോ, തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് സ്റ്റേജിൽ നിന്ന് പരിഭാഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ അഭിനന്ദനങ്ങൾ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ സ്വാഗതം പള്ളിപ്പുറം ജയകുമാർജി. നമസ്തേ, പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. അതീവ സന്തോഷം. നമസ്കാരം. അപ്പൊ എപ്പോ തുടങ്ങിയാണ് ഹിന്ദി പ്രേമം? നിർബന്ധിച്ച് പഠിപ്പിച്ചാണോ, സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചാണോ? വളരെ കൊച്ചുനാളിൽ തന്നെ ഹിന്ദി ഞാൻ സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത്, ഈ പഠിക്കുന്ന കാലത്ത്, ഈ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാലത്ത് കുട്ടികൾ ഒരു പഠന പ്രവർത്തനങ്ങളല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്, ഇന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നത് പോലെ അന്ന് കുട്ടികൾ ഈ വെക്കേഷനും മറ്റുമൊക്കെ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയാണ്. അന്ന് കേരള ഹിന്ദി പ്രചാര സഭയുടെ മറ്റ് കോഴ്സുകൾ, പ്രഥമ ദൂസരി സുഗമയുള്ള ചെറിയ കോഴ്സുകൾ പഠിച്ചു തുടങ്ങിയതാണ്. പിന്നീട് അതിലൂടെ അതായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നൊരു ഇതിലേക്ക് എത്തി. പറഞ്ഞോളൂ, ഞാൻ അല്പം വിജ്ഞാനം വിളമ്പിയതാണ് ഇടയ്ക്ക്. അപ്പോൾ തുടർന്നാണ് ഹിന്ദിയോട് ഒരു വലിയ പ്രേമം തോന്നുകയും ഹിന്ദി തന്നെ മെയിൻ വിഷയമായിട്ട് എടുത്ത് പഠിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രഭാഷണ പരമ്പരയുടെ വിവർത്തകനായും അദ്ദേഹത്തിന്റെ പ്രസംഗം നേരിട്ട് അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് വിവർത്തനം ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഹിന്ദി ദേശീയ ഭാഷ എന്നുള്ള നിലയിൽ, രാഷ്ട്രഭാഷ എന്നുള്ള നിലയിൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്നുള്ള നിലയിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ ഒരുപാട് പ്രമോഷൻ ഈ ഹിന്ദിക്ക്, പ്രത്യേകിച്ചും ആരാധ്യനായ നരേന്ദ്രമോദിജി ഈ മൻ കി ബാത്ത് പ്രഭാഷണ പരമ്പര തന്നെ ഹിന്ദിയിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂടുതൽ സ്പീച്ചുകൾ ഹിന്ദിയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രേമം കൊണ്ട് നമ്മൾ ഹിന്ദിയിലാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി മാറാനും ഇപ്പോഴും തുടർച്ചയായിട്ട് തിരുവനന്തപുരം ദൂരദർശന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വിവർത്തനം ചെയ്ത് അവതരിപ്പിക്കാൻ ഒരു മഹാഭാഗ്യം ഉണ്ടായി. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ശ്രീ പള്ളിപ്പുറം ജയകുമാർ, പക്ഷേ ആ വിവർത്തനങ്ങൾക്കൊക്കെ പക്ഷെ സമയം കിട്ടും. ഈ സ്റ്റേജിൽ അദ്ദേഹം അടുത്തു നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കാൻ കാത്തു നിൽക്കുന്ന 10,000-കണക്കിന് ജനങ്ങളെ അദ്ദേഹം ഇങ്ങനെ കോൾമയിർ കൊള്ളിക്കുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാറ്. അപ്പോൾ അത് ഒരല്പം പോലും ചോരാതെ മലയാളത്തിലാക്കണം എന്ന് പറയുന്നത് എത്ര വെല്ലുവിളിയാണ്. അതെ, അതിനോടൊപ്പം ചേർന്ന് ഈ ലൈവ് ആകുമ്പോൾ ഹിന്ദിക്ക് ഒരു താളമുണ്ട്, ആ ഭാഷാ ശൈലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊന്നും ചോർന്നു പോകരുത്. ചോദിക്കാൻ കാര്യം, ചില പരിഭാഷകർ നിന്ന് വിയർക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് ചോദിക്കുന്നത്. എങ്ങനെ കഴിയുന്നു? അത് മനസ്സിൽ കുറിച്ചിട്ടാണോ? അത് ഈ നമ്മുടെ അനുഭവം അല്ലെങ്കിൽ പരിചയം എന്ന് പറയുമല്ലോ. കാരണം 2014 ഒക്ടോബർ 3 മുതൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഇങ്ങനെ നിരന്തരമായി കേൾക്കാൻ കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് മാറി. പിന്നെ നിരന്തരമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ യൂട്യൂബിലും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളിലും അദ്ദേഹം വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഇങ്ങനെ നിരന്തരമായി കേൾക്കുകയും തത്സമയം പ്രസംഗം പരിഭാഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അതെങ്ങനെ ചെയ്യാനാകുമെന്നൊരു നിരന്തര പരിശ്രമം ഞാൻ സത്യം പറഞ്ഞാൽ നടത്തി വന്നിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാം അദ്ദേഹത്തിന്റെ പ്രസംഗം 2023 ഏപ്രിലാണ് 100ാം ഭാഗത്തിലേക്ക് എത്തിയത്. ആ സമയത്ത് അദ്ദേഹം 2023 ഏപ്രിൽ 25-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിന് എത്തി. അന്ന് ഒരു നിയോഗം എനിക്കാണ് ഉണ്ടായത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഭാഷാ ശൈലി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് എല്ലാം തിരിച്ചറിയുന്നത് കൊണ്ടാവണം വലിയ പരിക്കുകളൊന്നുമില്ലാതെ നന്നായി അത് ആ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്തേക്ക് വിളിച്ച് അഭിനന്ദനം അറിയിച്ചതാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു സന്തോഷം.
ഒരു തമാശ രൂപേണ നമ്മുടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞിട്ടുണ്ട്, മെയ് കർത്താവായി വരുമ്പോൾ ഹൂം എന്നത് മാത്രമേ ഓർക്കുന്നുള്ളൂ എന്ന്. അതിനെ കോർത്തിണക്കി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഹിന്ദി ഭാഷാ പഠനം സ്കൂളുകളിലാകട്ടെ കോളേജുകളിലാകട്ടെ എത്രത്തോളം ഇപ്പോൾ മാറിയിട്ടുണ്ട്? അതായത് സാധാരണയായി ഇത് സംഭാഷണത്തിലേക്ക് പോകാൻ വിധം വിദ്യാർത്ഥികൾ പ്രാപ്തരാണോ ഇപ്പോൾ എന്നുള്ളത്? അത് കേരളത്തിലെ ത്രിഭാഷാ പാഠ്യപദ്ധതിയിൽ ഈ ഞങ്ങൾ ഹിന്ദി അധ്യാപകർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പഠന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാതൃഭാഷയായ മലയാളവും വിദേശ ഭാഷയായ ഇംഗ്ലീഷും 1-ാം ക്ലാസ് മുതൽ, ഇപ്പൊ പൊതുവെ എല്ലാ സ്കൂളുകളിലും കിൻഡർ ഗാർഡൻ മുതൽ ആരംഭിക്കുമ്പോൾ LKG മുതൽ കുട്ടികൾ ഹിന്ദി പഠിക്കുമ്പോൾ കേരളത്തിൽ 5-ാം ക്ലാസ്സിൽ മാത്രമേ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഹിന്ദി ആരംഭിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ അവസാനിക്കുന്നു. മാത്രമല്ല ഈ 5-ാം ക്ലാസ്സിൽ വളരെ ചുരുക്കം, ആഴ്ചയിൽ 2 പീരീഡ്, ഒരു മാസം 8 പീരീഡാണ് കുട്ടിക്ക് കിട്ടുന്നത്. അതിൽ സ്കൂളുകളുടെ അവധിയും അധ്യാപകരുടെ ലീവും ഒക്കെ പരിഗണിച്ചാൽ ഒരുപക്ഷെ 5-6 പീരീഡ് കൊണ്ട് മാത്രം ഒരു സംഭാഷണ ശൈലിയിലേക്ക്, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ഹിന്ദിയോട് ഒരു ആഭിമുഖ്യം, താല്പര്യം ഉണ്ടാവുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളില്ല. എങ്കിലും ഈ ദേശീയ ഹിന്ദി അക്കാദമിയുടെയും അതുപോലെ കേരള ഹിന്ദി പ്രചാര സഭയുടെയൊക്കെ പ്രവർത്തന ഫലമായി അവർ നടത്തുന്ന പരീക്ഷകളിൽ കുട്ടികൾ കൂടുതൽ പങ്കെടുക്കുമ്പോൾ അതിനോടുള്ള ഒരു അനുഭവമുള്ള കുട്ടികൾ കൂടുതൽ താല്പര്യത്തോടെ ഇത് പഠിക്കുകയും മറ്റ് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി തലം വരുമ്പോൾ ഹിന്ദി ഐച്ഛിക വിഷയമായിട്ടെടുത്ത്, മെയിൻ വിഷയമായിട്ട് എടുത്ത് കുട്ടികൾ പഠിച്ച് കൂടുതൽ താല്പര്യം എടുക്കുന്നത് നമുക്ക് കാണാനാകും. പക്ഷെ എങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഏതൊരു പാഠ്യപ്രവർത്തനങ്ങളിലാണ് കുട്ടികൾ ഇടപെടുന്നതെങ്കിൽ, ഒരു എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും ഏതായാലും, ഇന്ന് ലോകത്തായാലും രാജ്യത്തായാലും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഗുണപ്പെടുന്ന ഒരു ഭാഷ അത് ഒരു പക്ഷേ രാഷ്ട്രഭാഷയായ ഹിന്ദി തന്നെയാണെന്ന് അനുഭവത്തിൽ നിന്ന് ഏറ്റവും അഭിമാനത്തോടെ ഈ ദേശീയ ഹിന്ദി ദിനത്തിൽ പറയാനാകും. കേരളത്തിൽ തന്നെ ധാരാളം ഹിന്ദി സംഘടനകൾ, ദേശീയ ഹിന്ദി അക്കാദമി പോലെയുള്ള ധാരാളം ഹിന്ദി സംഘടനകൾ ഈ രാഷ്ട്രഭാഷാ പ്രചരണത്തിനായിട്ട് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. സ്വർഗീയ ശ്രീ MK വേലായുധൻ നായർ സാറ് കേരള ഹിന്ദി പ്രചാര സഭ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി നടത്തി. ദേശീയ ഹിന്ദി അക്കാദമി സെക്രട്ടറി ശ്രീ R വിജയൻ തമ്പി സാറ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്നു. തീർച്ചയായും കൂടുതൽ കാര്യങ്ങൾ ഹിന്ദിക്ക് വേണ്ടി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത്. ശ്രീ ജയമർ, ഒരു കാര്യം കൂടി, സമയം തീരെ ഇല്ല. ഇനി CV അനന്തബോസിന്റെ ഇന്റർവ്യൂ അടക്കം ഇങ്ങനെ ലൈൻഡപ്പ് ആണ് ബംഗാൾ ഗവർണർ. പക്ഷേ ഒന്ന്, നമ്മൾ ഹിന്ദി പഠിക്കുന്നത് ഹിന്ദിയിലാണോ മലയാളത്തിലാണോ? ഓക്കെ, അതൊരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഒരു ഭാഷാ ശേഷി കുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ ലാംഗ്വേജ് സ്കിൽസ്, നല്ല ഭാഷ കേൾക്കാനും നല്ല ഭാഷ മനസ്സിലാക്കാനും എഴുതാനും അത് ഹിന്ദിയിൽ തന്നെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാനും, അത് എഴുതിയായാലും പിന്നെ വായിച്ചായാലും പ്രകടിപ്പിക്കാനുള്ള ഒരു ശേഷിയാണ് ഒരു ഭാഷയിൽ നമ്മൾ അധ്യാപകർ കുട്ടികൾക്ക് നൽകേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ താങ്കൾ ഒരു തമാശ രൂപയാണ് ചോദിച്ചതെങ്കിലും പല അധ്യാപകരും ഹിന്ദി വായിച്ച് മലയാളത്തിലേക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഹിന്ദി കേൾക്കാനുള്ള അവസരം പലപ്പോഴും കുറയുകയും കുട്ടികൾ ഹിന്ദിയിലേറെ കൂടുതൽ മലയാളം ഹിന്ദി ക്ലാസ്സുകളിൽ കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ഭാഷാപ്രേമികളായ നമ്മുടെ ഹിന്ദി അധ്യാപകർ, എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല, ഭാഷാപ്രേമികളായ നമ്മുടെ ഹിന്ദി അധ്യാപകർ തീർച്ചയായും കുട്ടികൾക്ക് നല്ല ഭാഷ കൂടുതൽ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം എന്ന് ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഇപ്പൊ തീർച്ചയായും നേരത്തെ ഒരു കാര്യം കൂടി സമയക്കുറവുണ്ടെന്ന് താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്. ഈ മൻ കി ബാത്ത് പ്രഭാഷണ പരമ്പര ഒരുപക്ഷെ ഭാഷാ ശേഷി കൂടുതൽ ആർജിക്കുന്നതിന് കൂടിയുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ V മുരളീധരൻ സാറിന്റെ നേതൃത്വത്തിൽ ഈ മൻ കി ബാത്ത് കൂടുതൽ യുവാക്കളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനവും അദ്ദേഹം V മുരളീധരൻ സാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 3 സീസണിൽ, കഴിഞ്ഞ 2 സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിലും കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിലും തിരുവനന്തപുരം ജില്ലയിലെ കോളേജുകളിലും സ്കൂളുകളിലും ഇതിന് കുട്ടികൾക്ക് ഒരു മത്സരം നടത്തുകയും അതിൽ വിജയിച്ച കുട്ടികളെ ശ്രീ V മുരളീധരൻ സാറിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെയും കാണാൻ ഒരു അവസരം ദില്ലിയിൽ ഒരുക്കി. അതിൽ ആ കുട്ടികൾക്ക് നേതൃത്വം നൽകി എനിക്ക് പോകാൻ കഴിഞ്ഞു. അപ്പോൾ ആ കുട്ടികളുമായിട്ടുള്ള ഒരു ചർച്ചയിൽ നിന്ന്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്
ഒരു രാഷ്ട്രബോധം, ദേശീയ ബോധം ഉണ്ടാകുന്നതിനും ഹിന്ദിയിലോട്ട് കൂടുതൽ താല്പര്യം യുവ വിദ്യാർത്ഥികൾക്ക് വരുന്നതിനും തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഈ മൻ കി ബാത്ത് പ്രഭാഷണ പരമ്പരയ്ക്ക് കൂടുതൽ അവസരം കുട്ടികൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ പള്ളിപ്പുറം ജയകുമാർ. ചോദ്യങ്ങൾ ധാരാളമുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗുമാണ്. പക്ഷേ സമയക്കുറവ് ഇതിന് അനുവദിക്കുന്നില്ല. ഇവരെല്ലാവരും ഹിന്ദി പഠിച്ചിട്ട് വന്ന് നിൽക്കുകയായിരുന്നു. ഹിന്ദിയിൽ എല്ലാവരുടെ കയ്യിലും ഓരോ ചോദ്യമുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കരുതി അത് ഞാൻ അത് ചോദിപ്പിക്കുന്നില്ല. ഞാനതിൽ മെയിം ഹോം വരെ എത്തി, നടുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, എനിക്കൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ഈ പ്രഥമ ദൂസരി രാഷ്ട്രം പ്രവേശിക വരെ പഠിച്ച ആളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നത് കൊണ്ട് പലതും ചോദിക്കാൻ അറിയില്ല. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാനത് ഈ സാഹിത്യാചാര്യ വരെ പോയിരുന്നു. അതുവരെ ഇനി പലതും പറയുന്നില്ല. സാഹിത്യാചാര്യ വരെ എത്തി. ഇതിന് ഡോക്ടറേറ്റ് എത്തുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിന് മോചിപ്പിക്കാം. വളരെയധികം നന്ദി ശ്രീ പള്ളിപ്പുറം ജയകുമാർജി. വീണ്ടും കാണാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം. ഒരുപക്ഷെ ഒരു ഹിന്ദി സെഗ്മെന്റ് തന്നെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. നന്ദി, നമസ്തേ, ജയ് ഹിന്ദ്. അപ്പൊ ഓണം, പൊന്നോണം, പൂവിളി അല്ലെ, ക്ലീശയുടെ സംഗതികളെല്ലാം പറഞ്ഞു. എന്താണ് ഓണത്തിന്റെ സ്പിരിറ്റ്? ഒരുമയുടെ ഓണം, അതാണ് ഓണം, ഇതാണ് ഓണം എന്നൊക്കെ ഇതാണ് ഓണം. ഇതെന്താണ്? സാമാജിക സമരസത. സാമാജിക സമരസത എന്നുള്ള സ്പിരിറ്റോട് കൂടി വേണം നമ്മൾ ഓണം ആഘോഷിക്കാൻ. ഇനി തുടരാം. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത, ഇന്നത്തെ ദിവസം പറയാൻ കഴിയില്ല, ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഇന്നാണ് നമ്മൾ ഓർത്തത്. നമ്മുടെ ഒരു കമന്റ് ഉണ്ട്, ഈ ജനൻ ടി വി ഫുള്ള് കളർഫുൾ ആണെന്ന്. ജനൻ ടി വി കളർഫുൾ ആകണമെന്നുണ്ടെങ്കിൽ ജനത്തിലെ എല്ലാ കുടുംബാംഗങ്ങളും വേണം. അങ്ങനെ ഒരു കുടുംബാംഗത്തിന്റെ പിറന്നാളായിരുന്നു ഇന്നലെ. യെസ്, ഹാപ്പി ബർത്ത്ഡേ മനോജ്. അല്പം ലേറ്റ് ആയി പോയെങ്കിലും 24 മണിക്കൂർ മാത്രം. എന്തായാലും ലേറ്റ് ഇനി ഇത്രയും ടീം സ്പിരിറ്റ് ഒക്കെ പറഞ്ഞല്ലോ. ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞല്ലോ എല്ലാവരും. അദ്ദേഹത്തിന്റെ പേരെന്താണ്? മനോജ് വട്ടിയൂർക്കാവ്. പേര് മനോജ് വട്ടിയൂർക്കാവ്. എന്നാ ഞാൻ പറയാം. ഇദ്ദേഹത്തിന്റെ പേര് രാമചന്ദ്രൻ നായർ എന്നാണ്. അദ്ദേഹം മനോജ് വട്ടിയൂർക്കാവ് എന്നറിയപ്പെടും. ഇനി ക്രിക്കറ്റ് സർക്കിളിൽ, തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരുടെ ക്രിക്കറ്റ് സർക്കിളുകളിൽ, പ്രത്യേകിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത് വെട്ട് സുര എന്നാണ്. സുര എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് സുരേന്ദ്രനെ അല്ലെങ്കിൽ സുരേഷിനെയൊക്കെ സുര എന്ന് വിളിക്കും. ആ സുര എവിടുന്ന് വന്നു എനിക്ക് അറിയത്തില്ല. വെട്ട് വന്നത് അദ്ദേഹം സിക്സർ അടി വീരനാണ്. മനസ്സിലായോ? ഹാർഡ് ഹിറ്ററാണ്. പാവങ്ങളുടെ വീരേന്ദ്ര സെവാഗോ ഒക്കെയാണ്, വിവിൻ റിച്ചർഡ്സും ഒക്കെയാണ്. ഒരു ദിവസം വൈകിയാൽ എന്താ മനോജ് വെട്ടുസുര എന്നറിയപ്പെടുന്ന രാമചന്ദ്രൻ നായർ എന്നുള്ള ഒറിജിനൽ പേര് മറച്ചു വെച്ചിട്ട് നമ്മുടെ പിന്നിൽ മനോജ് വട്ടിയൂർക്കാവായി ക്യാമറയുമായി ഇറങ്ങിയിരുന്ന വിഷ്വൽ ജേർണലിസ്റ്റ് മനോജ്, എല്ലാവിധ ആശംസകളും. ഒരു ദിവസം വൈകിയെങ്കിലും അത് അപ്പോൾ ആഘോഷിക്കും. തിരുവോണത്തിന് നാട്ടിൽ എത്തുമെങ്കിൽ കാണാം. മനോജിനുള്ള ഓണസമ്മാനം എന്തായാലും ഞങ്ങൾ നൽകി കഴിഞ്ഞു. ഇനി നേരത്തെ മുതൽ നമ്മൾ പറയുന്ന ഒരു അഭിമുഖത്തിലേക്കാണ് എത്തുന്നത്. അത് ഇപ്പോൾ ഭാരതം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ബംഗാളിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും അക്രമ രാഷ്ട്രീയമാണ് അവിടെ അരങ്ങേറുന്നത്. ഗുണ്ടാരാജ് എന്നത് ബംഗാളിലെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയെന്ന ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. ക്രമസമാധാന പാലനത്തിൽ സംസ്ഥാനത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചു. ബംഗാളിൽ ഒരു വശത്ത് മുഖ്യമന്ത്രിയും മറുവശത്ത് ജനങ്ങളും എന്ന രീതിയിൽ ധ്രുവീകരണം നടന്നിരിക്കുന്നതായും ഗവർണർ പറഞ്ഞു. അദ്ദേഹം ജനൻ ടിവിയോടാണ് പ്രതികരിച്ചത്. അതിലേക്ക്. നമസ്കാരം. ഹോണറബിൾ ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ ശ്രീ CV ആനന്ദബോസ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ബംഗാളിനെ വീണ്ടും വീണ്ടും കലാപകലുഷിതമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ അടുത്തിടെയും കാണുന്നത്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു വലിയ ദാരുണ സംഭവമാണല്ലോ. അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു വലിയ സംഭവം നടന്നിട്ടും അതിനെ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു മുഖ്യമന്ത്രി അവിടെ ഉണ്ടാകുന്നത്? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അതിദാരുണമായ ഒരു കാര്യമാണ് ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്. പക്ഷെ ഇത് ബംഗാളിനെ അറിയാവുന്നവർക്കറിയാം, മമതാ ബാനർജിയിലെ ബംഗാളിനെ അറിയാവുന്നവർക്കറിയാം. ഇത് ദിസ് ഓൺലി ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്, മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണത്. ഗുണ്ടാരാജ് എന്ന് പറയുന്നത്
ബംഗാളിലെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ മമതാ ബാനർജി മാറ്റിയിരിക്കുന്നു. മമതാ ബാനർജി മാറ്റിയിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം, കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അക്രമം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, അക്രമം നടന്നു കഴിഞ്ഞ സ്ഥലങ്ങളിൽ, ആക്രമിക്കപ്പെട്ട ഇരകൾ ആശുപത്രിയിൽ ആക്കപ്പെട്ട ആശുപത്രികളിലൊക്കെ പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് ഒറ്റപ്പെട്ട അക്രമങ്ങളല്ല. ഈ അക്രമങ്ങൾക്ക് പേറ്റണൈസ് ചെയ്യാൻ പോലീസ് മന്ത്രി തന്നെ, പോലീസ് വകുപ്പ് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പോലീസ് മന്ത്രി, ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി തന്നെയാണ്. കൽക്കട്ട പോലീസ്, ബംഗാളിലെ പോലീസ് ഒരു വിഭാഗം ക്രിമിനലൈസ് ആയി കഴിഞ്ഞു, ഒരു വിഭാഗം പൊളിറ്റിസൈസ്ഡ് ആയി കഴിഞ്ഞു, നല്ലൊരു വിഭാഗം അഴിമതിയിൽ കുളിച്ച് നിൽക്കുകയാണ്. ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. അങ്ങനെ പറയാൻ കാരണം അനുഭവത്തിൽ നിന്നാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് RG-Kar മെഡിക്കൽ കോളേജ്. അവിടെ എന്ത് നടന്നു എന്നുള്ളത് സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുകയും വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇത് അതുകൊണ്ടാണ് പറഞ്ഞത്, ദിസ് ഓൺലി ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. ഇപ്പോൾ രാജ്യത്തെ ഏക വനിതാ മുഖ്യമന്ത്രിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ വനിതകൾക്ക് നേരെ അക്രമം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. സന്ദേശ് ആയാലും ഇപ്പോൾ നടന്ന സംഭവമായാലും ഇത്തരത്തിലൊരു വനിതാ മുഖ്യമന്ത്രി അധികാരത്തിലെത്തുമ്പോൾ വനിതകൾ പ്രതീക്ഷിക്കുന്ന ഒന്നും തന്നെ അല്ല അവിടെ നടക്കുന്നത്. വനിതാ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു, വനിതകൾ മുഖ്യമന്ത്രി ആകുന്നതിൽ നമുക്കൊക്കെ സന്തോഷമുണ്ട്, നമ്മളിലൊക്കെ അഭിമാനിക്കുന്നു. പക്ഷേ ഏത് തരത്തിലുള്ള വനിത? രാമായണത്തിൽ താടകയെ പോലെ ഇവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കുന്നതാണ് ഭരണ നൈപുണ്യം എന്നൊരു മുഖ്യമന്ത്രി കരുതിയാൽ അത് കഷ്ടം തന്നെയാണ്. ഇന്ന് ബംഗാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അതുപോലെ ചില കഥാപാത്രങ്ങളുണ്ടല്ലോ, മന്ദര, പൂതന, താടക, അതുപോലെ ശൂർപ്പണക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജനാധിപത്യത്തിൽ ശൂർപ്പണകമാർ മനസ്സിലാക്കേണ്ടത് ലക്ഷ്മണൻ്റെ വാൾ മൂർച്ച കൂട്ടി അവിടെ തന്നെയുണ്ട്. അതാണ് ഇന്ത്യൻ ഭരണഘടന. ഇത് ഉൾക്കൊള്ളാൻ കഴിയണം. കാലത്തിനനുസരിച്ച രീതിയിൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അന്തസ്സത്ത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഭരണം നടത്താൻ. അത് ബംഗാളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറെ കഷ്ടം. ഈ ഒരു സംഭവം ഒഴിച്ചു നിർത്തിയാൽ തന്നെ ക്രമസമാധാന പാലനത്തിൽ വലിയ വീഴ്ച വരുത്തിയായി അങ്ങ് തന്നെ പറഞ്ഞിരുന്നു ഒരിക്കൽ. ക്രമസമാധാന പാലനം ഈസ് കൺസ്പീക്വസ് ബൈ ആബ്സെൻസ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ബംഗാൾ അധപ്പതിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. അങ്ങനെ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഗവർണറുടെ ചുമതലയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഉത്തരവാദിത്വത്തോടെ പറയുകയാണ്, ക്രമസമാധാന നില ഉറപ്പുവരുത്തുന്നത് തൻ്റെ ചുമതലയാണ് എന്നൊരു ബോധ്യമില്ലാത്ത രീതിയിലാണ് മമതാ ബാനർജിയുടെ പ്രവർത്തനം. അതിന് നിയന്ത്രണം ഉണ്ടായേ പറ്റൂ. ഈ നില മാറണം, മാറിയേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണോ മുഖ്യമന്ത്രിയുമായി വേദി പങ്കിടില്ല എന്ന് അങ്ങൊരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത്? മുഖ്യമന്ത്രിയുമായി വേദി പങ്കിടില്ല എന്ന് പറഞ്ഞൊരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ബംഗാളിൽ കാണുന്നത് ഒരു ധ്രുവീകരണം നടന്നിരിക്കുകയാണ്. ബംഗാളിലെ ജനങ്ങൾ ഒരു വശത്ത്, മുഖ്യമന്ത്രി മറ്റൊരു വശത്ത്. ഈ ധ്രുവീകരണത്തിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഗവർണറെയാണ്. ഒരു ഗവർണർ എന്ന നിലയ്ക്ക് എനിക്ക് രണ്ട് ചുമതലകളുണ്ട്. എൻ്റെ സത്യവാചകത്തിൽ തന്നെ പറയുന്നത് ഐ വിൽ ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. രണ്ട്, ഐ വിൽ വർക്ക് ഫോർ ദ വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ. അതുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിന്ന് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുകയാണ്, നിർണായകമായൊരു ഘട്ടം. അതുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നു, മുഖ്യമന്ത്രി വിമർശിക്കുന്നു. അതല്ല എങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു മുഖ്യമന്ത്രിയെ ഞാൻ കരുതിയിരുന്നത്, മമതാ ബാനർജിയോട് പെരുമാറിയിരുന്നതും, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് എപ്പോഴും ജനാധിപത്യത്തിൽ ഒരു പ്രാധാന്യമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ പ്രകടമായ മുഖം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ആയിരിക്കണം, നോമിനേറ്റ് ചെയ്യപ്പെട്ട ഗവർണറല്ല. ഇങ്ങനെയൊരു ബാലൻസ് ഞങ്ങളുടെ ബന്ധത്തിലുണ്ടായിരുന്നു. പക്ഷേ രണ്ട് കാര്യം ഞാൻ അന്നും വ്യക്തമാക്കിയിരുന്നു. ഒന്ന്, അഴിമതി പാടില്ല, അക്രമം പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ചു ചേർന്ന ഒരു ഹെഡി കോക്ടെയിൽ ആണ് ഇപ്പോൾ RG-Kar മെഡിക്കൽ കോളേജിൽ നടന്നത്. ജനങ്ങൾ ഒരു വശത്ത്, മുഖ്യമന്ത്രി മറ്റൊരു വശത്ത്. അതുകൊണ്ട് ഞാൻ ജനങ്ങളുടെ വശത്ത് നിൽക്കുന്നു. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി മമതാ ബാനർജി രാജി വെക്കുന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഡോക്ടർമാർ പറയുന്നത് ഞങ്ങൾക്ക് രാജിയല്ല ആവശ്യം, ഞങ്ങൾക്ക് നീതിയാണ് വേണ്ടതെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ രാജി പ്രഖ്യാപനത്തിന് പിന്നിൽ എന്തായിരിക്കും? ഗവർണർ എന്ന നിലയിൽ രാജി കിട്ടട്ടെ, അപ്പോൾ പറയാം.
അതുപോലെ തന്നെ ഇതിനിടയിൽ ഒരു റൂള് വന്നു, അപരാജിത 2024 എന്ന് പറഞ്ഞിട്ട്. അത് രാഷ്ട്രപതിക്ക് വിടാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ഇന്ത്യയിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ഒരു നിയമം ഉണ്ട്. ആ നിയമത്തിന്, കേന്ദ്ര നിയമത്തിന് അനുസൃതമായി വേണം സംസ്ഥാനത്ത് നിയമങ്ങൾ പാസ്സാക്കാൻ. ഈ അപരാജിത നിയമം എന്ന് പറയുന്നത് അതിൽ പേരിലൊരു പുതുമയുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളടക്കത്തിൽ പുതുമയൊന്നുമില്ല. ഇത് ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര ഇവിടെയൊക്കെ പാസ്സാക്കിയ നിയമങ്ങളുടെ ഒരു കോപ്പി പേസ്റ്റ് പോലെ തന്നെ തോന്നുന്നു. അതവിടെ നിൽക്കട്ടെ. ഇത് കേന്ദ്ര നിയമത്തിൽ, നിലവിലുള്ള നിയമങ്ങൾക്കെതിരല്ല, നോട്ട് റെപ്പഗ്നൻ്റ് ടു ദി എക്സിസ്റ്റിംഗ് ലെജിസ്ലേഷൻ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അത് ചെയ്യേണ്ടത് ഗവർണറല്ല, രാഷ്ട്രപതിയാണ്. അതുകൊണ്ട് രാഷ്ട്രപതിക്ക് അയച്ചു. ഏത് ബില്ല് നിയമസഭ പാസ്സാക്കി അയച്ചാലും 3 രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ട്. 1, ആ ബില്ല് അംഗീകരിച്ച് തിരിച്ചയക്കാം. 2, അതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടി തിരിച്ചയക്കാം. 3, ഈ ബില്ല് പ്രസിഡന്റിന് അയക്കാം. ഇതിൽ പ്രസിഡന്റിന് അയക്കുക എന്നുള്ള ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തു. അത് നിയമപരമായ സാധ്യത ഉള്ളതുകൊണ്ടാണ്. അങ്ങ് ഗവർണറായി ആദ്യം ചുമതലയേറ്റപ്പോഴും ഞാൻ അന്ന് വളരെ ഓപ്പൺ മൈൻഡോടെ ബംഗാളിനെ കുറിച്ച് സംസാരിച്ചതുമെല്ലാം. പക്ഷെ പിന്നീട് ഇപ്പോൾ ഈ അവിടുത്തെ ഒരു രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കൊലപാതക രാഷ്ട്രീയം അടക്കമുള്ള കാര്യങ്ങൾ. അതിനെയൊക്കെ ഒരു ഗവർണർ എന്ന നിലയിൽ എന്താണ് അതിനോടൊക്കെ ഉള്ളൊരു സമീപനം, എന്താണ് അതിനു വേണ്ടിയൊക്കെ ചെയ്യാൻ കഴിയുക? അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ അന്ന് ബംഗാളിനോട് ഓപ്പൺമെൻ്റ് ആയിരുന്നു, ഇന്നും ബംഗാളിനോട് ഓപ്പൺമെൻ്റ് തന്നെയാണ്. ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മമതാ ബാനർജിയുടെ പ്രവർത്തന ശൈലിയാണ്. ഭരണഘടനയെ ധിക്കരിച്ചുകൊണ്ട്, നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെ എല്ലാം അവഗണിച്ചുകൊണ്ട്, ദേശീയ സംവിധാനങ്ങളെ അവഗണിച്ചുകൊണ്ട്, പാർലമെൻ്ററി സംവിധാനങ്ങളെ അവഗണിച്ചുകൊണ്ട്, ജനങ്ങളെ അവഗണിച്ചുകൊണ്ട് പെരുമാറുന്നു. അതൊരു കാര്യം. 2, അക്രമത്തിനും അഴിമതിക്കും പച്ചക്കൊടി കാട്ടുന്നു എന്നത്. ഈ 2 കാര്യങ്ങളുള്ളപ്പോൾ അതുപോലൊരു മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് എടുക്കുന്നത്. പ്രത്യേകിച്ചും ഇനി 1.5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് കൂടുതലും വെസ്റ്റ് ബംഗാളിൽ നിന്ന് പല ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ കഥകൾ പുറത്തു വരുന്നത്. വീണ്ടും അതൊരു പരീക്ഷണ ഘട്ടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? അക്രമം കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല. മനുഷ്യ രക്തം കൊണ്ടല്ല ഹോളി കളിക്കേണ്ടത്. അതാണിപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ കാർമ്മികത്വം മമതാ ബാനർജിക്കാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ശക്തമായ നിലപാട് എടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടപ്പാക്കണം എന്ന് ഉറപ്പുവരുത്തേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതവർ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അക്രമവും അഴിമതിയും ഒഴിച്ചു നിർത്തിക്കൊണ്ട് സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, അതാണ് ബംഗാളികൾ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. 70ഓളം പുസ്തകങ്ങൾ ഇപ്പോൾ രചിച്ചു കഴിഞ്ഞല്ലോ. പുതിയ പുസ്തകത്തിൻ്റെ പണിപ്പരയിലാണോ? ഇപ്പോൾ ഗവർണറായതിനു ശേഷം 10 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. മറ്റ് പുസ്തകങ്ങൾ പണിപ്പരയിലാണ്. വരാനിരിക്കുന്ന ഏറ്റവും വലിയ പുസ്തകം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലൊരുതിരിഞ്ഞ പുസ്തകമാണ്. അധികം താമസിയാതെ അത് പ്രസിദ്ധീകരിക്കാം എന്ന് കരുതുന്നു. എന്തായാലും ഓണക്കാലമാണ്. എല്ലാവിധ ഓണാശംസകളും. ഓണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിപാടികളാണ്? ഓണം എൻ്റെ മനസ്സിൽ തട്ടിയൊരു കാര്യമാണ്. ഫെൽറ്റ് ഇൻ ദ ബ്ലഡ് ആൻഡ് ഫെൽറ്റ് അലോങ് ദ ഹാർട്ട് എന്ന് പറയും പോലെ. അതുകൊണ്ടാണ് ഇന്ന് രാജ്യഭീഷണിയൊക്കെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വരാനുള്ള കാരണം. ഓണം നൽകുന്ന ആ സന്ദേശം വിശ്വചക്രവാള മേഖലകൾ വരെ എത്തി നിൽക്കുന്നവരാണ്. സാഹോദര്യത്തിൻ്റെ സന്ദേശം, സമത്വത്തിൻ്റെ സന്ദേശം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള ആ സന്ദേശം, അത് മാനവ ലോകത്തിനുള്ള സന്ദേശമാണ്, കേരളത്തിൻ്റെ സന്ദേശമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ചു നിർത്തുന്ന ഓണമാണ്. ഓണത്തിൻ്റെ സന്ദേശം ലോകം മുഴുവൻ വ്യാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മലയാളി സഹോദരി സഹോദരന്മാർക്കും ഓണാശംസകൾ നേരുന്നു. കഷ്ടിച്ച് 9 മിനിറ്റ് ബാക്കിയുള്ളൂ. എനിക്കാണെങ്കിൽ തീരെ അവസരം ഒന്നുമില്ല ഇവരെല്ലാവരും കൂടി. എന്തായാലും അവസാന നിമിഷങ്ങളിലേക്ക് കിടക്കുകയാണ്. വളരെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും കമന്റുകൾ കാണുന്നുണ്ട്. പേര് പറയാൻ പേടിയാ, എന്തായാലും കുറെ പേരുടെ വിട്ടുപോകും. അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. എല്ലാവരുടെ കമന്റും കണ്ടു, എല്ലാവരുടെ ആശംസയും കണ്ടു, എല്ലാവരുടെ വിശ്വസുകൊണ്ട് ഒപ്പം ഉണ്ടാവണം. വേറൊരു ദിവസം പേര് പറഞ്ഞ് ഞാൻ ഇതിനൊക്കെ മറുപടി തന്നോളാം എല്ലാവരോടും. ഇല്ല നല്ല കമന്റ്സ് കേട്ടോ, മറുപടി തരാം എന്ന് പറഞ്ഞത് നേരിട്ട് അഡ്രസ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അതിൽ രജനിയുടെ മേക്ക് ഓവറിനെ പ്രശംസിച്ചുള്ള കമന്റ്സ് പ്രത്യേകമായിട്ട് പറഞ്ഞു പോകണം. രജനിയുടെ മേക്ക് ഓവർ എയും അല്ല
ക്യാമറയുമല്ല, രജനിയാണ്. ഇത് ഒറിജിനൽ രജനിയാണ്. ഒരുപക്ഷെ ഇന്നായിരിക്കും തെളിച്ചം ശരിക്കും കിട്ടിയത് ഇവിടെ, അല്ലെങ്കിൽ അവിടേക്ക് ലൈറ്റ് പോയത് ഇന്നായിരിക്കും. രജനിയുടെ ക്ലോസപ്പ് പെട്ടെന്ന് സ്വിച്ച് ചെയ്തോളൂ. ഗോപനാണോ? ഗോപന്റെ മിടുക്ക്. ഇതാണ് എക്സ്പെക്ടേഷൻ. രജനിയെ കുറിച്ച് പറയുമ്പോൾ ഉടൻ രജനിയെ സ്വിച്ച് ചെയ്ത് കാണിച്ചു, ക്ലോസ് ടൈറ്റ് ആയിട്ട്. അപ്പൊ ഇപ്പൊ കാണിച്ചതോ? ബാലൻസ് വേണമല്ലോ. അപ്പൊ ഞാൻ ഇത്തിരി രാഷ്ട്രീയം പറയാൻ പോവാണ്. CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് പിന്തുണ നൽകാൻ MV ഗോവിന്ദൻ വിഭാഗത്തിന്റെ നീക്കം. മുഖ്യമന്ത്രി പിണറായി വിജയന് അനഭിമതനായ MA ബേബി ജനറൽ സെക്രട്ടറി ആയാൽ അത് വലിയ മാറ്റം പാർട്ടിയിൽ ഉണ്ടാക്കുമെന്നാണ് പിണറായി വിരുദ്ധ ചേരി കരുതുന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തോടെ CPM കേരള ഘടകത്തിൽ പാർട്ടി പിടിക്കുന്നതിന് പുത്തൻ ഫോർമുലകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പിണറായി വിജയനും മുഹമ്മദ് റിയാസും ചേർന്നുള്ള സർവാധിപത്യ സമീപനം ഇനി വെച്ചുപൊറുപ്പിക്കേണ്ടതില്ലെന്ന ചിന്ത മന്ത്രിസഭയിൽ തന്നെ ഭൂരിപക്ഷം പേരിലും ഉയർന്നിരുന്നു. ഇതിന്റെ പ്രതിഫലനമായി തന്നെയാണ് പിണറായിയുടെ വിശ്വസ്തർക്കെതിരായ നീക്കങ്ങളും മുഖ്യമന്ത്രിയുടെ നയസമീപനങ്ങൾക്കെതിരായ വിമർശനങ്ങളും പാർട്ടി വേദികളിൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിൽ സജീവമായത്. CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിലും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ ആരോപണങ്ങൾ ശക്തമായിരിക്കുകയാണ്. പാർട്ടിയിൽ ആധിപത്യമുറപ്പിക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കൂട്ടർക്കും മുമ്പിൽ പുതിയ വഴി തുറന്നിരിക്കുന്നത്. CPM ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയായി വൃന്ദ കാരാട്ടോ മാണിക് സർക്കാരോ വന്നാലും പാർട്ടി കോൺഗ്രസിലൂടെ MA ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കാനുള്ള നീക്കമാണ് ഗോവിന്ദനും കൂട്ടരും നടത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ഗോവിന്ദന്റെ നീക്കത്തിന് ഒപ്പം നിൽക്കുന്നവരാവും കൂടുതലെന്നാണ് പ്രതീക്ഷ. KN ബാലഗോപാൽ, P രാജീവ്, KK ശൈലജ, K രാധാകൃഷ്ണൻ, CS സുജാത, P സതീദേവി, MB രാജേഷ്, AN ഷംസീർ തുടങ്ങിയവരൊക്കെ MA ബേബിക്കൊപ്പം നിലകൊള്ളുമെന്നാണ് സൂചന. ആക്ടിംഗ് സെക്രട്ടറിയായും ബേബിയെ തന്നെ നിയോഗിക്കണമെന്ന അഭിപ്രായമാണ് ഗോവിന്ദൻ പക്ഷത്തിനുള്ളത്. MA ബേബി ജനറൽ സെക്രട്ടറി ആയാൽ CPM സംസ്ഥാന നേതൃത്വത്തിന് ബേബിയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ കൂടി മുതലാക്കി പിണറായി യുഗത്തിന് പാർട്ടിയിൽ അറുതി വരുത്താമെന്നതാണ് എതിർചേരിയുടെ കണക്കുകൂട്ടൽ. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ഇതിന്റെ ലൈവിൽ സുധീഷിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ സമയക്കുറവ് മൂലം അത് കഴിയുന്നില്ല. തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ, തുടർന്നുള്ള ദിവസങ്ങളിൽ വിശദമായ ചർച്ചയ്ക്ക് വളരെ ഗംഭീരമായ, ഒരുപക്ഷെ ഒരു മാധ്യമവും കാണാത്ത ഒരു ആംഗിളാണ് സുധീഷ് ഗോപാൽ. അങ്ങനെ കൊച്ചിയിൽ പതുങ്ങി ഒളിച്ചിരിക്കുകയായിരുന്നു സുധീഷ് ഗോപാൽ. ചാട്ടുളി പോലുള്ള ഒരു രാഷ്ട്രീയ റിപ്പോർട്ടും വിശകലനവുമായി ഇറങ്ങിയിരിക്കുകയാണ്. CPM-ൽ ഉരുത്തിരിയുന്ന പുതിയ ശാക്തിക ചേരികൾ, അതിന്റെ പവർ ഇക്വേഷൻസ് എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ളതിന് ഒരു കർട്ടൻ റൈസർ ട്രെയിലർ മാത്രമാണ് ഇപ്പോൾ കണ്ടത്. പിക്ചർ പിന്നാലെ കാണാം. പുത്തൻപുലരിയുടെ സമയം കഴിഞ്ഞു, പക്ഷെ നിർത്തുന്നില്ല. പ്രോഗ്രാം ഉണ്ട് ഇതിന് ശേഷം. റോയൽസ് ഓണം കൃഷ്ണരാജന്റെ സ്പെഷ്യലാണ്. ട്രിവാൻഡ്രം റോയൽസ് എന്ന ക്രിക്കറ്റ് ടീമിനോടൊപ്പമുള്ള ഓണാഘോഷമാണ്. അതിലേക്ക് വരാം. കാര്യം വളരെ അത്യാവശ്യമായിട്ടുള്ള 1-2 കാര്യങ്ങൾ എടുക്കാതെ പോകാൻ പറ്റും. പിന്നെ ഓണമല്ലേ, എല്ലാവരും ലാവിഷായിട്ട്. ഉത്രാടമാണ്. അല്പം തേങ്ങയൊക്കെ തിരികെ വരുമ്പോഴത്തേക്ക് ഈ പരസ്യമൊക്കെ കഴിയും. അങ്ങനെ തേങ്ങ തിരികലും പായസം ഉണ്ടാക്കലും അവിയൽ ഉണ്ടാക്കലും സാമ്പാർ ഉണ്ടാക്കലും വടക്കാണെങ്കിൽ നോൺ വെജ് ഉണ്ടാക്കലും അതെല്ലാം ഇവിടെ ഉണ്ട്. രമേശ് ചേട്ടൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് നോൺ വെജ് ഓണമാണ്. എന്തായാലും നമുക്കൊരു വെജ് ഓണം ആശംസിച്ചിട്ടുണ്ട് തലശ്ശേരി എന്നുള്ള നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ. ഇനി ഉത്രാട ദിനമായിട്ട് ഉത്രാട ദിനത്തിന്റെ പ്രത്യേകത പറയാതെ പോകാൻ പറ്റില്ല. അതിനു മുമ്പ് പ്രധാനപ്പെട്ടൊരു കാര്യം, എൻ്റെ നാടിൻ്റെ പേര് മനസ്സിലായില്ല. എന്തായാലും കൃഷ്ണപിള്ള നാരങ്ങാനം പിറന്നാളാണ്, ഉത്രാടമാണ്. ചിങ്ങത്തിലെ നാട്ടിലെ ഏറ്റവും വലിയ കൃഷിക്കാരൻ ആയിരുന്നു എന്ന് പറയാൻ അദ്ദേഹം കുറച്ചു നാളായി അസുഖ ബാധിതനാണ്, ചികിത്സയിലാണ്, വിശ്രമത്തിലാണ്. ജനം TV-യുടെ സ്ഥിരം പ്രേക്ഷകനുമാണ്. അപ്പോൾ കൃഷ്ണപിള്ള ചേട്ടൻ നാരങ്ങാനം ഞങ്ങളുടെ എല്ലാവരുടെയും പിറന്നാൾ ആശംസകൾ, ഓണാശംസകൾ. അസുഖമൊക്കെ വരും പോകും, ആരോഗ്യവാനായിട്ട് നല്ല ഉഷാറായി ഇനിയും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഞങ്ങൾക്കുമെല്ലാം ആ കൃഷിയുടെ സ്പിരിറ്റ് പകർന്നു തന്ന് ഏറെ നാം സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോടൊപ്പം പുത്തൻപുലരിയിൽ ഉണ്ടാകണം. അതെ, തുടർന്നുള്ള വാർത്തകളിലും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് മുമ്പുള്ള ഒരു സന്ദേശം കൂടെ വായിക്കേണ്ടതുണ്ട്. പറഞ്ഞോളൂ. ശ്രീ ഗണേഷ് കുമാറിന്റെ വകയാണ്. രജനി വായിക്കുന്നു, അതോ ഞാൻ വായിക്കണമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഞങ്ങൾ ഇരിക്കുക. എന്തായാലും ഞാൻ തന്നെ വായിക്കാം. 4 സുന്ദര നാരികൾക്കിടയിൽ ഒരു സുന്ദര പുരുഷൻ എന്നതാണ് പറഞ്ഞേക്കുന്നത്. അത് ഗണേശിയുടെ നാവിലാണ് ഏതു നേരം സരസ്വതിയെ വിളയാണ്. നമ്മുടെ ഉഷാ നെല്ലൂരുണ്ട്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ഉഷേച്ചി ഓണാശംസകൾ. ഒപ്പം ഉഷേച്ചി നമ്മളെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടൊരു ഇതുണ്ട്. 4 പേരും സുന്ദരിമാരാണ്.
അതുപോലെ ഒരു സുന്ദരനും. അതുകൊണ്ടല്ലേ. എന്തായാലും സമയം കഴിഞ്ഞ് മനീഷ് അവിടെ കയറ് പൊട്ടിക്കുന്നുണ്ട്. അത്തം 10 പോറ്റണം. അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ ദിനങ്ങളുടെ പ്രത്യേകത വിവരിക്കുകയാണ് വേദപണ്ഡിതൻ ആചാര്യ ഗോപാലകൃഷ്ണ വൈദിക്. ഇന്ന് ചിങ്ങത്തിലെ ഉത്രാട നക്ഷത്രം. ഈ ദിനത്തിലെ പ്രത്യേകത, ഐതിഹ്യം എല്ലാം കേൾക്കാം. ഹരി ഓം. അപ്പം നമ്മൾ 10 ദിവസത്തെ വ്രതം ആചരിക്കുന്നത് ആദ്യം വെളുപ്പിന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കുളിച്ചു വന്ന് ഈറനോടെ മുറ്റം തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം അവിടെ തൃക്കാക്കരപ്പനെ പ്രതിഷ്ഠിക്കണം. അതിനുശേഷം ഒരു ചെറിയ ആരതി കൊടുക്കുന്നു. പിന്നെ നമ്മൾ പൂക്കളം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇഷ്ടമുള്ള പൂക്കൾ കൊണ്ട് ഇഷ്ടമുള്ള ഡിസൈനിലാണ് ആദ്യത്തെ 5 ദിവസം നമ്മൾ പൂക്കളം തീർക്കുന്നത്. അവസാനത്തെ 5 ദിവസം ചെറിയ ഒരു സ്പെസിഫിക്കേഷൻ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി വ്രതം നോക്കുന്നത് എങ്ങനെയാണ്? ധാന്യ ആഹാരം ഒരു നേരം മാത്രമായിട്ടാണ് എടുക്കുക. ധാന്യങ്ങൾ, അതായത് അരിയായാലും ഗോതമ്പായാലും അതുപോലെയൊക്കെയുള്ള ധാന്യങ്ങൾ നമ്മൾ ഒരു നേരമാണ് കഴിക്കുക. ഒരു നേരം. ബാക്കി അവസരങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് വിശപ്പ് തോന്നിയാൽ പാലോ പഴങ്ങളോ കിഴങ്ങുവർഗ്ഗങ്ങളോ ഇലകളോ ഒക്കെ ഉപയോഗിക്കാം. ധാന്യം ഒരു നേരമേ പറ്റൂ, അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, അത് നിങ്ങൾ തിരുവോണത്തിന് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, നമ്മുടെ ഒരു പാരമ്പര്യമാണ്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവാം, പക്ഷേ ഇത് നിങ്ങൾ ആചരിച്ച് വരണം. കാരണം നമ്മുടെ പാരമ്പര്യം അതാണ്. ഗൃഹസ്ഥന്മാർക്ക് ആചാര്യന്മാർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്താണെന്നറിയാമോ? സൂര്യം സാക്ഷീകൃത്വ ഭോജനം കുര്യാത്. സൂര്യനെ സാക്ഷിയാക്കിയേ ഭക്ഷണവും ഔഷധങ്ങളും കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സൂര്യൻ അസ്തമിച്ച് കഴിയുന്നതോടെ നിശ്ചലമാകും. ബാക്കിയുള്ള സൂര്യൻ അടുത്ത ദിവസം ഉദിക്കുന്നത് വരെ നമ്മുടെ ശരീരം റിപ്പയറാണ് ചെയ്യുക. ശരീരത്തിനകത്തെ അവയവങ്ങൾ മുഴുവൻ പകലത്തെ വർക്ക് കൊണ്ട് ക്ഷീണിച്ച് റിപ്പയർ ചെയ്യും. ഈ റിപ്പയർ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ എന്താ സംഭവിക്കുക? റിപ്പയറിങ് നടക്കാതെ വരും. അങ്ങനെയാണ് ഹൃദയം, ശ്വാസകോശം, കിഡ്നി, ഇതിനെല്ലാം അസുഖം ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. രാത്രി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വെറുതെ സിമ്പിളായി ചിന്തിച്ചോളൂ. നിങ്ങൾക്കുള്ള സ്ഥായി രോഗങ്ങൾ വരുമല്ലോ, അതായത് പ്രഷർ, ഷുഗർ, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഈ ഒരു നിഷ്ഠ പാലിച്ചാൽ, സൂര്യനെ സാക്ഷി നിർത്തി മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് വിചാരിച്ചാൽ ഔഷധം കുറയ്ക്കാം. വേണമെങ്കിൽ കുറേ കഴിയുമ്പോൾ ഔഷധം നിർത്തുകയും ചെയ്യാം. പരീക്ഷിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു നേരത്തെ ധാന്യാഹാരം കഴിച്ചുകൊണ്ട് സൂര്യനെ സാക്ഷി നിർത്തിക്കൊണ്ട് മാത്രം ഭക്ഷണം കഴിച്ച് 10 ദിവസങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ രാവിലെയും വൈകിട്ടും വിഷ്ണു സഹസ്രനാമം ജപിക്കണം. ഒരു നേരം ലളിതാ സഹസ്രനാമം നിർബന്ധമായി ജപിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് ഭൗതികമായി അന്നവും വസ്ത്രവും മുട്ടാതിരിക്കണമെങ്കിൽ ലളിതാ സഹസ്രനാമം വേണം. വിഷ്ണു സഹസ്രനാമത്തിനാണ് പ്രാധാന്യമെന്നുള്ളത് കൊണ്ട് ഒരു നേരം ലളിതാ സഹസ്രനാമം, 2 നേരം വിഷ്ണു സഹസ്രനാമമോ ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതമോ ഇരുന്ന് ജപിക്കണം. ഇതാണ് നമ്മൾ വ്രതം. അത്തം മുതൽ തിരുവോണം വരെ നമ്മൾ ആചരിക്കേണ്ടത് വ്രതം ഇങ്ങനെയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ മനസ്സിലാക്കാം. അതെ, സ്ക്രീനും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു എന്ന് ശ്രീ അജീഷ് കുമാർ പറയുന്നുണ്ട്. ഞങ്ങൾക്കും നിറയാനിരിക്കുന്നേ ഉള്ളൂ. ഇനിയുണ്ട് ഒരുപാട്. തിരുവോണമാണ് നാളെ. ഇന്ന് 5 ഗണ്ടയ്ക്ക് നാളെ ഒരു 6-6:30 കുത്തുണ്ടാവും. അയ്യോ, ഉദ്ദേശിച്ച് പറഞ്ഞത് കൂടെ വ്യക്തമാക്കണം. ഇല്ല, നാളെ കൂടുതൽ ആങ്കർമാർ ഉണ്ടാവും പറഞ്ഞു. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിന്റെ മഹാനടൻ ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കണം. ഇന്നുമുണ്ട്, നാളെയുമുണ്ട്, പുനഃസംപ്രേഷണം അടക്കമുണ്ട്. അത് ചിലർ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ പ്രോഗ്രാമുകളെല്ലാം കൂടെ കണ്ടു തീർക്കാനാവുമോ? ആരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ സമയം നോക്കി ഞങ്ങൾ ഇതെല്ലാം റിപ്പീറ്റും നിങ്ങൾക്ക് തരും. എന്തായാലും ഇത് അതിനുള്ള സമയം കൂടി കണ്ടെത്തേണ്ടിയിരിക്കും. കാരണം ഞാൻ ബൈ പറയേണ്ട കാര്യമില്ല. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇവരോടൊപ്പം ചേരും. അല്ല, 11 മണിക്ക് ഞാനും ലാലേട്ടനും പ്രിയചേട്ടനും സുരേഷേട്ടനും. സോറി, ഞങ്ങൾ
അപ്പൊ സമയം അതിക്രമിച്ചിരിക്കുന്നു. അടുത്ത പരിപാടികൾ ധാരാളമുണ്ട്. ഉത്രാടത്തിന് തിരുവോണമായിട്ട് പാട്ട്, നൃത്തം, നാടൻ പാട്ട്, സിനിമ, ഇല്ലാത്തതൊന്നും ഇല്ല, ഡ്രൈവ് അടക്കം. അപ്പോൾ ഇന്നത്തെ പുത്തൻപുലരിയുടെ ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. നന്ദി, നമസ്തേ. നമസ്തേ. Thank you.